നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ സംഗതി എന്തായിരുന്നു? ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. അത് കുറച്ചധികം എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ്ട് കുറച്ച് കാര്യങ്ങളായാലും നല്ലപോലെ എന്ത് ചെയ്യാണ്ട് മനസ്സിലാക്കാനായിട്ട്. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താ പ്രശ്നം? ഒന്നുമില്ല പറഞ്ഞോ. കണ്ണ് കാണില്ല എനിക്ക്. പാവം കയറിന്റെ നീ അത് ആദ്യം പഠിച്ചിട്ട് പറഞ്ഞിട്ട് കണ്ണിന്റെ പ്രശ്നം ശരിയില്ല. എന്താ വായിച്ചു കഴിഞ്ഞാ അവനൊക്കെ ചോദിക്കട്ടെ. ഡെൽറ്റ ജി സീറോന്റെ ഇക്വേഷൻ പറഞ്ഞേ. ഡെൽറ്റ ജി ഈ സീറോ എന്താ? ഈ സീറോ സെൽ മുന്നിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട് കേട്ടാ. ഈ സീറോ സെല്ലിന്റെ ഇക്വേഷൻ പറഞ്ഞേ. അല്ല, ഈ സീറോ സെൽ ഈക്വൽ ടു ഇല്ല, പിന്നെ ഈ സീറോ ഇല്ലല്ലോ, അതിന് ഇക്വേഷൻ അല്ലടാ. 0. പിന്നെന്താ? ഈ സീറോ സെല്ല് എന്തും തമ്മിലുള്ള ഇക്വേഷനാ ചോദിച്ചേ. ലോഗ് KC ആണോ? എനിക്ക് പഠിക്കണം കേട്ടാ. പഠിച്ചിട്ടില്ല എന്നായിരിക്കേ. അവിടെ പറയടാ, വായിച്ചു കഴിഞ്ഞാ നിന്റെ ഇരുന്നോ? വായിച്ചു കഴിഞ്ഞാ? അല്ല, വായിച്ചു കഴിഞ്ഞ് മാഷ് ചോദിക്കാം. ബാക്കിയുള്ളൊന്ന് വായിച്ചു നോക്കിയേ. ഓംസ് ലോന്റെ സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞ വേഗാവത്, എത്ര ആളുകളുടെ ടൈം പോവാണ്. ഡെറിവേഷൻസ് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഇല്ല അല്ല, അതൊന്ന് ഒരു തവണ എഴുതി പഠിക്കണം കേട്ടോ. ഏത്? ഡാനിയൽ സെല്ലിന്റെ. എന്തായാലും പിന്നെ വായിച്ചു കഴിഞ്ഞാ പറഞ്ഞോ. ഈ സീറോ അടച്ചോ, പുസ്തടച്ചോ. ഈ സീറോ സെല്ലിന്റെ ഇക്വേഷൻ പറഞ്ഞേ. ബൈ KC ആണോ? എന്താ പഠിക്കാണ്ട് പോന്നേ? ഏതാ? അത് ഇക്വേഷൻസ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ. ഏതാ? ഇപ്പൊ 3-ാമത്തെ ദിവസമല്ലേ വന്നേക്കണേ? അതെല്ലോ, 2-ാമത്തെ ദിവസമല്ലേ? 3-ാമത്തെ ദിവസമാണല്ലോ. 2-ാമത്തെ ദിവസമാണ്. നാളേക്ക് പഠിച്ചു വരുമോ? നിക്ക് പോകുമ്പിരുന്നോ, പുറകിരിക്കുന്നോ? നല്ലത്. ശ്രദ്ധിച്ചേ, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ അല്ലെ. അതായത് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസിലൂടെ എന്ത് പാസ് ചെയ്യുക? കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസ്. കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. കൂടുതൽ ശ്രദ്ധിക്കട്ടെ, നന്നായി ശ്രദ്ധിക്കാം. അതായത് ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിലൂടെ എന്ത് പാസ് ചെയ്യാണ്? ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിൽ കടത്തിവിടുകയാണ് നമ്മള്. ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണ്, അല്ലെങ്കിൽ കറണ്ട് കടത്തിവിടുകയാണ് അല്ലെ. അപ്പൊ ആ കറണ്ട് കടത്തിവിടുമ്പോ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്, ഈ ഒരു മേഖലയിൽ വരുന്നത്. അപ്പൊ കണ്ടക്ടൻസ് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ. കണ്ടക്ടൻസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? എബിലിറ്റി ടു കണ്ടക്ട് എന്താണ്? ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള എന്ത് കഴിവ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ, ശ്രദ്ധിക്കട്ടോ. അതിൽ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? കണ്ടക്ടേഴ്സിന്റെ പോലെ തന്നെ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസും എന്ത് ഒബൈ ചെയ്യുന്നുണ്ട്? ഏതിൽ ഒബൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ?
ഏത് ലോ ഒബൈ ചെയ്യുന്നുണ്ട്? ഓംസ് ലോ എന്ത് ചെയ്യുന്നുണ്ട്? ഒബൈ ചെയ്യുന്നുണ്ട്. ഓംസ് ലോ ഒബൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓംസ് ലോ പ്രകാരം നമ്മൾ പറഞ്ഞ എന്താ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെയധികം കൂടുതലാണെങ്കിൽ എന്താണ്? ഇതിലൂടെ കടന്നു പോകുന്ന കറന്റിന്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. മോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, മോർ കറന്റ് വിൽ ഫ്ലോ ത്രൂ ഇറ്റ്. കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറന്റിന്റെ അളവ് എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നുള്ളതാണ്. കുഴപ്പമില്ലല്ലോ. ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് പറഞ്ഞു നമ്മൾ എന്താ? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് പാസിംഗ് ത്രൂ എൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു, അല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആരാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ അല്ലെങ്കിൽ എൻഡ്സ് ഓഫ് ദ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. അപ്പൊ ഫസ്റ്റ് വന്ന സംഗതി എന്താണ്? ഓംസ് ലോ ആണ്. ഈ മേഖലയിലേക്ക് ആദ്യം കൊണ്ടുവന്ന സംഗതി എന്താണ്? ഓംസ് ലോ. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താ? അവിടെ നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആഡ് ചെയ്യേണ്ടി വന്നു, അല്ലെ? നമ്മൾ കടത്തി വിടുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണലാണ്? വോൾട്ടേജിനോട് പ്രൊപ്പോർഷണലാണ്. വി പ്രൊപ്പോർഷണൽ ടു ഐ, അല്ലെങ്കിൽ എന്താ? ഐ പ്രൊപ്പോർഷണൽ ടു ആരാ? ബി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്തു, അല്ലെ? അവിടെ ആഡ് ചെയ്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ത്? ക്യാപിറ്റൽ ആർ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ്. ആർ എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ്. ആർ ഫോർ റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റൻസിന്റെ മീനിങ് നമ്മൾ പറഞ്ഞുകൊണ്ടുവന്നത് എന്തായിരുന്നു? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടയാണ് ചെയ്യണം, അല്ലെ? എന്ത് ചെയ്യാണ് ചെയ്യണേ? തടയാണ്. ആരെ തടയണോ? ഇലക്ട്രിസിറ്റിനെ തടയണോ? കറണ്ടിനെ തടയണോ, അല്ലെ? അപ്പൊ എന്താണ് ക്യാപിറ്റൽ ആർ? ക്യാപിറ്റൽ ആർ ഇസ് ദ റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റെസിസ്റ്റ് ദ ഇലക്ട്രിസിറ്റി ത്രൂ ദ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഇനി അവിടെ നമ്മളത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയി. ഇതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാണ്, പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പൊ വി ബൈ ആർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആർ കിട്ടും. ഓക്കെ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ പറഞ്ഞേ? ഓ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓ. ഓ എച്ച് എം, അല്ലെ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓ. ഓം ആണ് എന്ത് വരുന്നത്? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് വരുന്നത്. പിന്നീട് നമ്മൾ കൊണ്ടുപോയത് കണ്ടക്ടൻസ് എന്നുള്ള ടേം കൂടെ എഴുതി, അല്ലെ? അതിൽ എഴുതിയത് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് എന്തായിരുന്നു? റെസിപ്രോക്കൽ ഓഫ് ആരാണ്? റെസിസ്റ്റൻസ്, അല്ലെ? കണ്ടക്ടൻസ് എന്താണ്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതായത് എന്താണോ റെസിസ്റ്റൻസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? കണ്ടക്ടൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കണ്ടക്ടൻസ് എന്താ? കണ്ടക്ടൻസ് ഈസ് ദ എബിലിറ്റി ടു ഫ്ലോ എന്താണ്? ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ പാസ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കടത്തി വിടാനുള്ള ശേഷിയാണ് എന്ത്? കണ്ടക്ടൻസ്. അപ്പൊ നമ്മളിവിടെ പഠിക്കുന്നത് ഇതിനെ കുറിച്ചാണ്, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസിന്റെ ഇതിനെ കുറിച്ച്. കണ്ടക്ടൻസ് ആ ഹെഡിങ്ങിന്റെ മീനിങ് അതാണ്. അതായത് ഓരോ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനും എത്രത്തോളം ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യാൻ പറ്റും. അത് ചില ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ് നല്ലപോലെ എന്ത് ചെയ്യും? കടത്തി വിടും. ചില ആളുകൾ എന്തായിരിക്കും? കടത്തി വിടാനുള്ള ശേഷി അവരുടെ എന്തായിരിക്കും? കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? അപ്പോ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. വാട്ട് ഈസ് കണ്ടക്ടൻസ്? കണ്ടക്ടൻസ് ഈസ് ദ എബിലിറ്റി ടു പാസ് എന്താണ്? ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള ശേഷിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അതിന്റെ യൂണിറ്റ് ഉണ്ടാക്കിയെടുത്തു. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ? ഓം റേസ് ടു -1. എന്തുകൊണ്ടാ? 1/R ആണ്, അല്ലെ? അപ്പൊ 1 ഓം ആണ്. ഓമിനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഓം റേസ് ടു -1 വരും. അപ്പൊ കണ്ടക്ടൻസ് എന്താന്ന് പറഞ്ഞു. പിന്നീട് നമ്മള് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസിന്റെ റെസിസ്റ്റൻസ് രണ്ട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുന്നത്. റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ആരാണ്? ലെങ്ത് ഓഫ് ദ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. കണ്ടക്ടറിന്റെ അതേ ടേംസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ നീളം കൂടുന്തോറും എന്ത് കൂടി വരും? റെസിസ്റ്റൻസ് കൂടി വരും. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കുക, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞ എന്താ? ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏരിയനോട് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയനോട് എന്താണ്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ വണ്ണം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. നീളം കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഇത് രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് എഴുതി. ക്ലബ് ചെയ്തപ്പോ എന്താ? ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. അവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആഡ് ചെയ്യേണ്ടി വന്നു, അല്ലെ? എന്താ? റോ. റോ ഇൻറ്റു എൽ ബൈ എ. റോനെ വിളിച്ച പേരെന്താ? റെസിസ്റ്റിവിറ്റി. റോനെ വിളിച്ച പേരെന്താണ്? റെസിസ്റ്റിവിറ്റി. റോനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു. എങ്ങനെയാണ് റോനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? കൂടെ നിൽക്കുന്ന ആളുകൾ എത്ര വീതാക്കി? 1 വീതാക്കി. ആണോ മക്കളെ? അപ്പൊ ആർ ഈക്വൽ ടു എന്തെന്ന് വന്നു? റോ എന്ന് വന്നു. അപ്പൊ റോ എന്താ? റെസിസ്റ്റിവിറ്റി ഈസ് ദ റെസിസ്റ്റൻസ്. അത് ക്ലിയർ അല്ലേ? അപ്പൊ തടയാനുള്ള ശേഷിയാണോ കടത്തിവിടാനുള്ള ശേഷിയാണോ? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടയാനുള്ള ശേഷി തന്നെയാണ്. എപ്പോ? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ ലെങ്ത്
1 സെന്റിമീറ്ററും ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 സെന്റിമീറ്റർ സ്ക്വയറും ആണെങ്കിൽ പിടികിട്ടിയോ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതും ബേസിക്കലി എന്താണ്? തടസ്സമാണ്. ബേസിക്കലി എന്താണ്? തടസ്സമാണ്. പിടികിട്ടിയാ പറഞ്ഞത്? തടസ്സം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്താണ്? റെസിസ്റ്റൻസ് ആണ്. എന്താ റെസിസ്റ്റിവിറ്റിയുടെ പ്രത്യേകത? ഇറ്റ് ഈസ് എ സ്പെസിഫിക് റെസിസ്റ്റൻസ്. എപ്പോ? ലെങ്ത് പറയടാ മക്കളെ, ലെങ്ത് എത്രയാ? 1 സെന്റിമീറ്ററും ഏരിയ എത്രയാ? 1 സെന്റിമീറ്റർ സ്ക്വയറും ആകുന്ന സമയത്ത്. അപ്പൊ എന്തൊക്കെ ടേമുകളോടെ വന്നേ? ഓംസ് ലോ വന്നു. ഓംസ് ലോന്റെ എന്ത് വന്നു? ഓംസ് ലോന്റെ ഇക്വേഷൻ വന്നു അല്ലെ? പിന്നെ അതിന് ശേഷം എന്ത് വന്നു? റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു റോ. എന്താ ഇക്വേഷൻ? ആർ ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ അല്ലെ? കണ്ടക്ടൻസ് വന്നു. പിന്നെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് വന്നു അല്ലെ? യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. യൂണിറ്റ് ഓഫ് ആർ എന്താ? ഓം ആണ്. കണ്ടക്ടൻസ് എന്താന്നുള്ളത് കണ്ടു അല്ലെ? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അതിന്റെ യൂണിറ്റ് കണ്ടു. എന്താ? ഓം റൈസ് ടു -1 പറഞ്ഞാണ്. ഇനി അതിന് ശേഷം നമ്മൾ എങ്ങോട്ടാ പോയത്? ഈ പറയുന്ന റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്തു. റെസിസ്റ്റിവിറ്റി is equal to the resistance itself when the length of the electrolyte and the area of cross section of the electrolyte is unity അല്ലെങ്കിൽ 1 യൂണിറ്റി എന്ന് പറയും. കുഴപ്പമില്ലല്ലോ. ഇവിടെ വരെയാണ് നമ്മൾ അവസാനമായിട്ട് എന്ത് ചെയ്തേ? പറഞ്ഞ് നിർത്തിയത്. നോക്കി നോക്കി, അവിടെ വരെ എഴുതിയാണ്. വേറെ വല്ല എഴുതിയിട്ടുണ്ട് അല്ലേ? എന്തിന്റെ യൂണിറ്റ് കൂടെ എഴുതി? റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കൂടെ എഴുതി അല്ലേ? യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പൊ വാട്ട് ഈസ് ആർ? സോറി, വാട്ട് ഈസ് റോ? റോ എന്താണ്? പിന്നെന്താണ്? യൂണിറ്റ് ഓഫ് റോ. യൂണിറ്റ് ഓഫ് റോ എന്താ? ഓം മീറ്റർ. ഓം സെന്റിമീറ്റർ. ഓക്കെ, ഓം മീറ്റർ ആണ് ശരിക്കും SI പറയുമ്പോൾ വരിക. നമ്മളിവിടെ സാധാരണ കണക്കുകൾ ചെയ്യുമ്പോൾ എന്തിൽ എഴുതുന്നു മാത്രം? സെന്റിമീറ്ററിൽ എഴുതുന്നു മാത്രം. ഓം മീറ്റർ ആണ് ശരിക്കും എന്ത്? യൂണിറ്റ്. കാരണം മീറ്റർ ആണ് എന്ത് യൂണിറ്റ്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. ശ്രദ്ധിക്കുക. അപ്പോ ഇത്രയും അവസ്ഥയിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഒറ്റ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി എന്താ? തടസ്സം. രണ്ടും എന്താ? തടസ്സം. തടസ്സം ഇല്ലാത്ത സാധനം എന്താ? റെസിസ്റ്റൻസിന്റെ നേരെ അതിന്റെ സാധനം എന്താ? കണ്ടക്ടൻസ്. എന്തായിരുന്നു? കണ്ടക്ടൻസ്. അടുത്ത ഹെഡിങ് കൊടുക്കുക. കണ്ടക്ടൻസ് കഴിഞ്ഞു. അടുത്ത ഹെഡിങ് കൊടുക്കുക. അടുത്ത ഹെഡിങ് നമ്മൾ കൊണ്ടുവരുന്നതാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ടേമാണ് കൊണ്ടുവരുന്നത്. കണ്ടക്ടിവിറ്റി ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുറച്ച് ഇന്നത്തെ ക്ലാസ് കുറച്ച് ലാഗ് ആവും, പക്ഷെ പഠിക്കണം കേട്ടോ. ഇന്നത്തോടെ അവസാനിപ്പിക്കുക. ഈ സാധനം സൈഡിലേക്ക് നടക്കുന്ന നാളെ പഠിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, എന്താണ് കണ്ടക്ടിവിറ്റി? അപ്പൊ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്താ? പറയേ, കയ്യോടെ പഠിക്കാം. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്താ? കണ്ടക്ടിവിറ്റി. അപ്പൊ അത് ആരുടെ റെസിപ്രോക്കൽ ആയിരിക്കും? റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. അത് തടസ്സമാണോ അനുകൂലമാണോ? അനുകൂലം. കുഴപ്പമില്ലല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ബോർഡിൽ ശ്രദ്ധിച്ചേ. അതായത് കണ്ടക്ടൻസ് എന്താ? കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിനുള്ള കഴിവാണ്? കടത്തിവിടാനുള്ള കഴിവാണ്. ആരെ? കറണ്ടിന്. എതിർപ്പില്ലല്ലോ. കണ്ടക്ടൻസ് എന്താ? ഇക്വേഷൻ എന്താ? 1 by resistance. Then what is R? R നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലേ? R equal to എന്താ? റോ ഇൻറ്റു L by A. അപ്പൊ ആറിന് പകരം മാഷ് എന്ത് കൊടുക്കാണ്? റോ ഇൻറ്റു എന്താ? L by A. അപ്പൊ എന്ത് വരും? 1 by റോ. ഈ A ഇങ്ങോട്ട് പോകും മക്കളെ. ഈ A ഇങ്ങോട്ട് പോകും, മുകളിലേക്ക് പോകും. അപ്പൊ A by L എന്താണ് വരിക? A by L. എതിർപ്പില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ 1 by റോനെ വിളിക്കണ പേര്, 1 by റോനെ വിളിക്കാൻ പറ്റിയ പേരെന്തായിരിക്കും? ഇതെന്താ സാധനം? റെസിപ്രോക്കൽ ഓഫ് ആരാ? അതിനെന്തെന്ന് വിളിക്കാം? റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ കണ്ടക്ടൻസ്. അപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എന്താ? കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുകയാണ് നമ്മൾ. അപ്പൊ കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാ വരുന്നത്? കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1 by റോ എന്താ? കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിനെ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ് എന്ത്? കാപ്പ. കാപ്പ എന്നാണ് വായിക്കുക. K അല്ല, കാപ്പ. കുഴപ്പമില്ലല്ലോ. അപ്പൊ കണ്ടക്ടൻസ് ഈക്വൽ ടു എന്താ? കാപ്പ. കാപ്പ ആരാ? 1 by റോ ഇൻറ്റു ആരാ? A by L. ഇൻറ്റു ആരാണ്? A by L. കാപ്പനെ വിളിച്ച പേരെന്താ? കാപ്പ ഈക്വൽ ടു കണ്ടക്ടിവിറ്റി. നന്നായി ശ്രദ്ധിക്കേണ്ട. കുറച്ച് ബുദ്ധിമുട്ടുള്ള മേഖലയാണ്, മനസ്സിലാക്കണം. കാപ്പ ഈക്വൽ ടു എന്താണ്? കണ്ടക്ടിവിറ്റി. അപ്പൊ അടുത്ത ഡെഫിനിഷനായി നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ ഡെഫിനിഷനായി എന്താ? കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ. കണ്ണടച്ചിട്ട് പറഞ്ഞേ. വാട്ട് ഈസ് കണ്ടക്ടിവിറ്റി? കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ. 1 by റോ വേർഡ്സിൽ പറഞ്ഞേ.
റെസിപ്രോക്കൽ ഓഫ് ആരാ? റെസിസ്റ്റിവിറ്റി. അത് അനുകൂലാണോ തടസ്സാണോ? ഇപ്പോ അനുകൂലാണ് അല്ലെ. ഇലക്ട്രിസിറ്റീനെ കടത്തിവിടാനുള്ള ശേഷി തന്നെയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചേ, കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ആരാണ്? എന്താണ്? റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ദ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് എന്ത്? കണ്ടക്ടിവിറ്റി. എന്നിട്ട് ഈ സാധനങ്ങളൊന്ന് എഴുതുക, കണ്ടക്ടൻസ് തൊട്ടൊന്ന് എഴുതുക, എന്നിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ബോർഡിലുള്ളത് അങ്ങനെ എഴുതി വെക്കുക. ഡെറിവേഷൻ ആയിട്ടൊന്നും ചോദിക്കില്ല, നമുക്ക് ഡെഫിനിഷൻ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ ഡെഫിനിഷൻ അല്ല അറിയേണ്ടത്, ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഡെവലപ്പ് ചെയ്ത് പോകാണ്ട്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ടേം ആണ് എന്ത്? കണ്ടക്ടിവിറ്റി. അപ്പൊ കണ്ടക്ടൻസ് ഈക്വൽ ടു എന്താണ്? കണ്ടക്ടൻസിന് സി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. കണ്ടക്ടൻസ് സി ഉപയോഗിക്കാം. സി ആണ് കണ്ടക്ടൻസിന്റെ സിമ്പൽ. അത് പല ബുക്കുകളിലും പലതും ഉപയോഗിക്കാറുണ്ട്. സോ കണ്ടക്ടൻസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു എന്താണ്? എ ബൈ എൽ. കണ്ടക്ടൻസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു എന്താണ്? എ ബൈ എൽ. അപ്പൊ കാപ്പ ഇൻറ്റു എ ബൈ എല്ലില് കാപ്പ എന്താണ്? കാപ്പ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആണ്. ആർക്ക് പകരമാണ് നമ്മൾ കാപ്പ കൊടുത്തത്? 1/ρ പകരമാണ് കാപ്പ എന്ന് കൊടുത്തത്. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ആരാണ്? റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ആരാണ്? റെസിസ്റ്റിവിറ്റി. 1/ρ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യണം കേട്ടോ. റെസിസ്റ്റിവിറ്റിയുടെ പോർഷൻ എടുത്തേ, ഭാഗം എടുത്തേ, റെസിസ്റ്റിവിറ്റിയുടെ ഭാഗം. റെസിസ്റ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. എന്തിന്റെ? റെസിസ്റ്റിവിറ്റിയുടെ. പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോ ഈ കാപ്പാനെ എന്തെന്ന് വിളിക്കാം? എന്ത് കണ്ടക്ടൻസ്? സ്പെസിഫിക് കണ്ടക്ടൻസ്. അപ്പൊ ബ്രാക്കറ്റിലൊന്ന് എഴുതിയിടാം, ഹെഡിങ്ങിന്റെ ബ്രാക്കറ്റിലൊന്ന് എഴുതിയിടാം. കണ്ടക്ടിവിറ്റിയുടെ ബ്രാക്കറ്റില് സ്പെസിഫിക് കണ്ടക്ടൻസ്. സ്പെസിഫിക് കണ്ടക്ടൻസ്. സ്പെസിഫിക് കണ്ടക്ടൻസ്. ശ്രദ്ധിക്കുക. അപ്പൊ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാം അല്ലെ. കണ്ടക്ടിവിറ്റി ബോർഡിൽ ശ്രദ്ധിച്ചേ മക്കളെ. കണ്ടക്ടിവിറ്റിക്ക് വേറൊരു ഡെഫിനിഷൻ കൊണ്ടുവരണം. ഒരു ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ കണ്ടു. എന്താണ്? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. വേറൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകാം. എങ്ങനെയാ നമ്മൾ കോൺസ്റ്റന്റുകൾ ഡിഫൈൻ ചെയ്യാറ്? പറഞ്ഞേ, എങ്ങനെയാ കോൺസ്റ്റന്റുകൾ ഡിഫൈൻ ചെയ്യാറ്? കൂടെ ഉള്ള ആളുകൾ എന്താക്കുക? കൊണ്ണാക്കുക. ആണോടാ? ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ബോർഡിൽ ശ്രദ്ധിച്ചേ. നമുക്കറിയാം കണ്ടക്ടൻസ് ഈക്വൽ ടു ആരാ? കാപ്പ ഇൻറ്റു പറയൂ കാപ്പ ഇൻറ്റു എ ബൈ എൽ. So if A is equal to 1, പറഞ്ഞ എത്രയാ? 1 centimeter square and L is equal to 1 centimeter. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? പറയടാ. C equal to kappa into എന്താ വരാൻ പോണേ? 1/1 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ ആക്ച്വലി കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? പറയടാ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? കണ്ടക്ടൻസ് തന്നെയാണ്. ഏത് സമയത്തെ കണ്ടക്ടൻസാ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്തും എത്രയാകുമ്പോ 1 ആകുമ്പോ ഉള്ള എന്ത് കണ്ടക്ടൻസ് ആണ്? എന്ത്? കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കാപ്പ. അപ്പൊ ബോർഡിലും ശ്രദ്ധിച്ചേ. ഞാനൊരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ പാത്രം എടുക്കും. ഇതിപ്പോ ഏതാ ഷേപ്പ്? എന്ത് ഷേപ്പാ? സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ. ചുരുക്കി പറഞ്ഞാൽ ബേസ് ഏരിയ എത്രയാ? 1 സെന്റിമീറ്റർ സ്ക്വയർ. ഇതിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് എത്രയാണ്? 1 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ വോളിയം? എങ്ങനെ സിലിണ്ടറിന്റെ ഏതൊരു ഫിഗറിന്റെയും വോളിയം എങ്ങനെ കാണാം? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണോ? സിലിണ്ടറിന്റെ ഏരിയ എങ്ങനെ കാണുക? πr സ്ക്വയർ ഇൻറ്റു h. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞു ഇതിന്റെ വോളിയം എത്രയാ മക്കളെ? ബേസ് ഏരിയ എത്രയാ? 1. ഇവിടെ ശ്രദ്ധിച്ചേ. ബേസ് ഏരിയ എത്രയാ? 1. ഹൈറ്റ് എത്രയാ? 1. 1 സെന്റിമീറ്റർ സ്ക്വയർ 1 സെന്റിമീറ്റർ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്തേ. എന്താ പറയുക? 1 × 1 1 സെന്റിമീറ്റർ ക്യൂബ്. 1 സെന്റിമീറ്റർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ദ കണ്ടക്ടൻസ് ഓഫ് ആര്? കണ്ടക്ടൻസ് ഓഫ് ഹാവിംഗ് വോളിയം ഓഫ് 1 സെന്റിമീറ്റർ ക്യൂബ്. അങ്ങനെയും പറഞ്ഞൂടെ? 1 സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം എങ്കിൽ അതിന്റെ
കണ്ടക്ടൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലെങ്ത് 1ഉം ഏരിയ 1ഉം ആകുന്ന സമയത്തുള്ള കണ്ടക്ടൻസിനെയാണ് ആ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷന്റെ എന്തെന്ന് പറയുന്നത്, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പൊ ആദ്യം ബേസിക് ഡെഫിനിഷൻ എഴുതാം, എന്നിട്ട് അടുത്തേക്ക് കിടക്കാം. അപ്പൊ എഴുതിയേ, ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതിയാൽ മതി. ഒന്ന് റീഡ് ചെയ്തേ, ഇവിടെ ഒന്ന് റീഡ് ചെയ്തേ. ഇതെന്താ സാധനം? കാപ്പ. ഓക്കെ, വേർഡ്സ് പറ. കാപ്പ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ദ കണ്ടക്ടൻസ് ഓഫ് ആരാണ്, when area of cross section and the length of the electrolytic solution is unity. എതിർപ്പില്ലല്ലോ. അത് ആദ്യം സെറ്റ് ചെയ്തിട്ടെ, കാപ്പയാണ്. കുഴപ്പമില്ലല്ലോ. ഡെഫിനിഷൻ എഴുതാട്ടോ. എന്താ? കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ദ കണ്ടക്ടൻസ് ഓഫ് ദ electrolytic solution having area of cross section and the length of the conductor is unity. Is unity. എല്ലാ ദിവസവും ഇതുപോലെ പഠിച്ചിട്ട് വരിക കേട്ടോ. ആകെ കുറച്ച് കാര്യങ്ങൾ ഇതാണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസം പഠിച്ചിട്ട് വന്നോളൂ. പിന്നെ ഒന്നോനെ അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം കേട്ടോ. കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. ചോദ്യങ്ങൾ ചോദിച്ചാൽ കിട്ടാവുന്ന രീതിയിൽ കേട്ടോ. ഇന്നിപ്പോ എന്തായാലും പോണവരെ നിൽക്ക്. തല്ല് കിട്ടൂട്ടോ മാഷിനെ അവസാനം. പഠിച്ചു വരണം കേട്ടോ മക്കളെ. Conductivity is the conductance of the electrolytic solution having length of the conductor, length of the electrolytic solution, and the area of cross section is the unity. Area of cross section is unity. എഴുതിയോ? എതിർപ്പില്ലല്ലോ. പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നോട്ടോ. നന്നായി ശ്രദ്ധിക്കട്ടോ, നന്നായി ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ എന്ത് വേണം? യൂണിറ്റ് വേണം അല്ലെ? നിങ്ങൾ പറഞ്ഞോ യൂണിറ്റ് എന്താ വരിക? യൂണിറ്റ് ഓഫ് കാപ്പ. നമ്മൾ ഉത്തരം മാത്രം എഴുതിയാൽ മതി. നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയേ. എന്താ കാപ്പ വരുന്നത് നമുക്ക്? സി ഈക്വൽ ടു എന്താ? കാപ്പ ഇൻറ്റു എന്താ? കാപ്പ ഇൻറ്റു എ ബൈ എൽ. എതിർപ്പുണ്ടാ? ഇല്ല. അപ്പൊ കാപ്പയുടെ യൂണിറ്റ് കിട്ടണമെങ്കിൽ സീനോട് ഇടാം, എല്ലോടെ എടുക്കട്ടെ, ബൈ ആര് വരും? എ വരും. ഇത് നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. ഇതാണ് എന്ത് വരിക? കാപ്പ വരും. കുഴപ്പമില്ലല്ലോ. ആണോ? ഇവിടെ റെസിസ്റ്റിവിറ്റിയുടെ നിങ്ങളൊന്നും ചെയ്തിട്ട് കണ്ടുപിടിച്ചേ. എന്താ വരിക എന്ന് പറഞ്ഞ മാഷ്? എന്താ വരിക? ഒന്ന് ചെയ്തിട്ട് കണ്ടുപിടിച്ചേ. എന്താ വരിക? ചെയ്തോക്ക് സഞ്ജയ്. എന്താ പറഞ്ഞേ? എല്ലാം അറിയാലോ, എല്ലാ യൂണിറ്റ്സും അറിയണല്ലേ? ഈ കാൽക്കുലേഷൻ എഴുതിയോ? ഇത് എഴുതിയോ? നമ്മള് ഈ സെക്ഷൻ എഴുതിയോ? ഈ സെക്ഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് എന്തായി? തീരുമാനമായ എന്താ ഇത്ര ബുദ്ധിമുട്ട് ഇതൊക്കെ ചെയ്യാം? പറഞ്ഞേ സൽമ, പറഞ്ഞേ. സൽമയ്ക്ക് കിട്ടിണ്ടാവല്ലോ. എന്താ പറഞ്ഞേ? കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ സൽമ? കണ്ടക്ടൻസിന്റെ പറഞ്ഞോ. ഓം ഓം സെന്റിമീറ്റർ ആണോ കണ്ടക്ടൻസിന്റെ യൂണിറ്റ്? എവിടെ നോക്കിട്ടാ ഇരിക്കുന്നേ? ഓം റൈസ് ടു -1. കാരണം എന്താ? കണ്ടക്ടൻസ് എന്താ? 1 ബൈ റെസിസ്റ്റൻസ് അല്ലേ? വാറിന്റെ യൂണിറ്റ് എന്താ? 1/u. മോളി വരുമ്പോ എന്തായി? ഓം റൈസ് ടു -1. ലെങ്ത് എന്താ? മീറ്റർ ആണ്. തെറ്റല്ല, മീറ്റർ തന്നെയാണ്. നമ്മൾ തൽക്കാലം ഇതിൽ പിടിക്കണു, സെന്റിമീറ്ററിൽ പിടിക്കണു. ബൈ എന്താ? സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എന്തായി? ഇവിടുത്തെ സെന്റിമീറ്ററും ഈ സാധനം എന്തായി? ക്യാൻസൽ ആയി അല്ലേടാ? അപ്പൊ ഈ സെന്റിമീറ്ററിന് മോളി കൊണ്ടുവന്നേ. അപ്പൊ എന്താ വരിക? ഓം റൈസ് ടു -1 സെന്റിമീറ്റർ റൈസ് ടു -1 എഴുതാൻ പറ്റേ. കണ്ടക്ടൻസിന് നമ്മളിവിടെ കണ്ടു. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ പഠിച്ചേ? ഓം റൈസ് ടു -1.
ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള SI യൂണിറ്റ് സീമൻ എന്ന് പറയും. എന്താ അതിന്റെ സിമ്പിള്? എസ്. അന്ന് ആഡ് ചെയ്തത്. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ പഠിച്ചെന്താ? ഓം റൈസ് ടു -1. ഒരു ഓം റൈസ് ടു -1 വിളിക്കുന്ന പേരാണ് സീമൻ. ക്യാപിറ്റൽ എസ് എന്ന് ഇടുക. ബ്രാക്കറ്റില് സീമെൻസ് കമ്പനി കിട്ടില്ലേ? ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? SI ബ്രാക്കറ്റിൽ എഴുതുക. SIEMEN സീമൻ. SIEMEN സൈമൺ അല്ല, സീമൻ. സൈമൺ SIMON എന്നല്ലേ പിന്നെ എങ്ങനെയാണ് വായിച്ചോ? നോ പ്രോബ്ലം. ശ്രദ്ധിച്ചേ, കണ്ടക്ടൻസിന്റെ യൂണിറ്റ് അപ്പൊ എന്താ? SI യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം? സീമൻ. കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആയിട്ട് എന്ത് പറയാം? ഓം റൈസ് ടു -1. രണ്ടും പഠിക്കണം കേട്ടോ നാളെ വരുമ്പോ. ഓം റൈസ് ടു -1 ഓർ സീമൻ. ഓം റൈസ് ടു -1 ഓർ സീമൻ. അപ്പൊ ഇവിടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഈ ഓം റൈസ് ടു -1 പകരം എന്ത് കൊടുക്കാം? ഈ ഓം റൈസ് ടു -1 പകരം എന്ത് കൊടുക്കാം? സീമൻ കൊടുക്കാം അല്ലെ? അപ്പൊ സീമൻ സെന്റിമീറ്റർ റൈസ് ടു എന്താ? -. എഴുതിയിട്ട് കൃത്യമായിട്ട് എന്താ? ആരുടെ യൂണിറ്റ് അത്? യൂണിറ്റ് ഓഫ് ആരാ? റെസിസ്റ്റിവിറ്റിയാ? കണ്ടക്ടിവിറ്റി. യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി മാർക്ക് ചെയ്തിടുക. ഒന്നും ആയിട്ടില്ലാണ്ട് പഠിക്കാനുള്ളത് ഒന്നും പഠിപ്പിച്ചിട്ടില്ല. നേരം വേഗാവട്ടെ. വണ്ടി യൂണിറ്റ് ഓഫ് എഴുതിയില്ല. യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി സീമൻ സെന്റിമീറ്റർ റേസ് ടു -1 അല്ലെങ്കിൽ ഓം റേസ് ടു -1 സെന്റിമീറ്റർ റേസ് ടു -1. പറയൂ എന്താണ്? ക്ലിയർ ആയോ? എത്ര ടേം പഠിച്ചു ബേസിക്കലി? ഇപ്പോ എത്ര ടേം പഠിച്ചു? ഇതെന്താ? തടസ്സം. തടസ്സത്തിന് അളക്കണ മെഷറുകൾ ഏതൊക്കെയാ? ആർക്കുള്ള തടസ്സത്തിനെ കുറിച്ച് പറയുന്നേ? എവിടെ? ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിൽ കേട്ടോ. തടസ്സം ഏതൊക്കെ ടേമുകളാ? റെസിസ്റ്റൻസും ഓവറോൾ തടസ്സം അല്ലെ? മൊത്തമുള്ള തടസ്സം. എന്താ റെസിസ്റ്റിവിറ്റി? ലെങ്തും ഏരിയയും ശരിക്കും പറഞ്ഞാൽ മീറ്റർ 1 സെന്റിമീറ്റർ ക്യൂബ് വോളിയം. ഈ അനുകൂലം ആയിട്ടുള്ള വരുന്ന ടേമുകൾ ഏതാ? കടത്തിവിടാനുള്ള കഴിവായിട്ട് നമുക്ക് ഏതൊക്കെ പറയാം? ഒന്ന് ഏതാ? കണ്ടക്ടൻസും അതിന്റെ പിന്നെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കണ്ടക്ടിവിറ്റി എന്താ? ഈ രണ്ട് ടേമുകൾ അപ്പൊ എന്താ? അനുകൂലം. ഈ രണ്ട് ടേമുകൾ എന്താ? തടസ്സം. കുഴപ്പമില്ലല്ലോ. എന്തിനുള്ള അനുകൂലവും തടസ്സം പറയണേ? കറന്റ് പാസ് ചെയ്യാൻ. എതിർപ്പുണ്ടോ? ഇല്ല. കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പിടിക്കേണ്ടത് ഇവനെയാണ്. ബാക്കിയൊക്കെ ഇനി ഒതുക്കിയിടാം. നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന സാധനം ഏതാ? കണ്ടക്ടിവിറ്റിയാണ്. അപ്പൊ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓവറോൾ അനുകൂലമാണോ? അല്ല. ഏത് സമയത്ത്? ഒരു സൊല്യൂഷൻ നിങ്ങൾ എത്ര വോളിയം എടുക്കുക, അടുത്ത ഡെഫിനിഷനിലേക്ക് കണക്ട് ചെയ്യണം. എത്ര വോളിയം പറഞ്ഞേ? 1 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോഴുള്ള കണ്ടക്ടിവിറ്റി ആണ് എന്ത്? അനുകൂലം. മനസ്സിലായോ? അപ്പൊ കണ്ണിനെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി. ഇവിടെ ശ്രദ്ധിച്ചേ, ബോളിൽ ശ്രദ്ധിക്കൂ കേട്ടോ. അതായത് ഇതൊക്കെ 1 സെന്റിമീറ്റർ ക്യൂബ് വോളിയുള്ള പാത്രങ്ങളാണ്. 1 സെന്റിമീറ്റർ ക്യൂബ് വോളിയുള്ള പാത്രങ്ങൾ. 3 പാത്രം മാഷ് എടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ഇതിലുള്ളത് NaCl, ഇതിലുള്ളത് KCl, ഇതിലുള്ളത് വേറെ എന്തെങ്കിലും NH4Cl. 3 ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ എടുത്തു. 3ന്റെ എന്ത് സെയിമാ? എത്രയാ വോളിയം? സെയിമാണ്. എത്ര വോളിയം? 1 സെന്റിമീറ്റർ. ഇവിടെ 10 ആണ്, ഇവിടെ 15 ആണ്, ഇവിടെ 8 ആണ്. ഏതാണ് ഇതിൽ ഏറ്റവും നന്നായിട്ട് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ആള്? ഏത് ഇലക്ട്രോലൈറ്റാ? KCl. കാരണം 3 എടുത്താണ് വോളിയം എന്താ? സെയിം ആണ്. എത്ര എടുത്താണ് വോളിയം? 1 സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ വോളിയം സെയിം ആക്കിയിട്ട് നമ്മള് അതിനെ കടത്തിവിടാനുള്ള കഴിവ് എന്ത് ചെയ്യാണ്? നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലായി KCl ആണ് നന്നായിട്ട് എന്ത് ചെയ്യുക? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യാം. KCl ആണ് നന്നായിട്ട് എന്ത് ചെയ്യുക? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യാം. എതിർപ്പില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കണ്ടക്ടിവിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താ? ഇലക്ട്രോലൈറ്റ് മാറുമ്പോ എന്ത് മാറുണ്ട്? പറയ്. ഇലക്ട്രോലൈറ്റ് മാറിയപ്പോ എന്ത് മാറി? കാപ്പ എന്ന് പറഞ്ഞോ. എന്ത് മാറി? കാപ്പയുടെ വാല്യൂല്ലേ മാറിയത്? ആണോടാ. ഇലക്ട്രോലൈറ്റ് മാറിയപ്പോ എന്ത് മാറി? കാപ്പ മാറിയിട്ട്. അതായത് ഓരോ ഇലക്ട്രോലൈറ്റിനും അപ്പൊ എന്തുണ്ടാവും? ഓരോ എന്തുണ്ടാവും? ഉറക്കെ പറ. ഓരോ കാപ്പ ഉണ്ടാവും. ഓരോ ഇലക്ട്രോലൈറ്റിന് എന്തുണ്ടാവും? ഓരോ കാപ്പ അല്ലെങ്കിൽ ഓരോ കണ്ടക്ടിവിറ്റി ഉണ്ടാവും. സോ ആ കണ്ടക്ടിവിറ്റി അതിന്റെ എന്തായിരിക്കും? ആ സൊല്യൂഷനെ സംബന്ധിച്ച് എന്തായിരിക്കും? ഇറ്റ് ഈസ്
KCL-ന്റെ 15 പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് KCL-ന്റെ വേറെന്ന് പറയാൻ പറ്റുമോ? കാരണം വോളിയം എത്രയാ? ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അതെന്താണ്? ഓരോ ഇലക്ട്രോലൈറ്റിനും സ്വന്തമായിട്ട് എന്തുണ്ടാവും? കാപ്പ ഉണ്ടാവും. ആ കാപ്പ എന്തായിരിക്കും? ഇവരുടെ 3 പേർക്ക് ഈ 3 കേസിൽ അല്ലെങ്കിൽ KCL-ന്റെ കേസില് കണ്ടക്ടൻസ് 10ഉം കണ്ടക്ടൻസ് 100ഉം വരാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. കാരണം എന്തുകൊണ്ട്? എന്ത് ചേഞ്ച് ആക്കിയാൽ മതി? വോളിയം ചേഞ്ച് ആക്കിയാൽ പോരെ. പക്ഷെ ഏത് മാറില്ല? കാപ്പ. എന്തുകൊണ്ടാ കാപ്പ മാറാത്തത്? നിങ്ങൾ കാപ്പ പറയണെങ്കിൽ വോളിയം എത്രയാക്കണം? 1 ആക്കും. കണ്ടക്ടൻസ് പറയണ നിർബന്ധമുണ്ടോ? ഇല്ല. കണ്ടക്ടൻസ് പറയണ നിർബന്ധമില്ല. വോളിയം മാറുന്നതനുസരിച്ച് എന്ത് മാറും? കണ്ടക്ടൻസിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ബേസിക്കലി മനസ്സിൽ കേട്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഓരോ ഇലക്ട്രോലൈറ്റിനും സ്വന്തമായിട്ട് എന്തുണ്ടാവും? കാപ്പ ഉണ്ടാവും. കാപ്പ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള കഴിവ്. ടോട്ടൽ കഴിവാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് കൺഫ്യൂസിങ് ആവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാവേ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് കറണ്ട് കടത്തി വിടാനുള്ള കഴിവ്. ഇതിപ്പോ ഇത് ഇത്രയധികം പറയാം. അവിടെ ഒരു കാര്യം കിടന്ന് കളിക്കുന്നുണ്ട്. കറണ്ട് കടത്തി വിടാനുള്ള കഴിവ് എപ്പോഴാ? വോളിയം 1 ആവുമ്പോഴാ. അല്ലാതെ ഉള്ള സാധനത്തിന് വേറെ വോളിയത്തിന് ഞാൻ കടത്തിവിടാനുള്ള കഴിവ് തന്നാൽ അത് കാപ്പിയാവോ? ഇല്ല. അത് വോളിയം ഷുഡ് ബി എത്രയാ? 1. അത് മറക്കരിക്കോ? എഴുതുക, തൊട്ട് താഴെ എഴുതുക. അപ്പോ ഈ യൂണിറ്റ് എഴുതിയില്ലേ കണ്ടക്ടിവിറ്റിയുടെ? എന്താ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വന്ന്? C1 സെന്റിമീറ്റർ റേസ് ടു മൈനസ് എഴുതുക, അല്ലെങ്കിൽ ഓം റേസ് ടു -1 സെന്റിമീറ്റർ റേസ് ടു -1. അടുത്ത എഴുതുക ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തെല്ലാമാണ്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടക്ടിവിറ്റി. ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി മനസ്സിലായി. എന്ത് മാറുമ്പോ കണ്ടക്ടിവിറ്റി മാറും? വോളിയം മാറുമ്പോ കണ്ടക്ടിവിറ്റി മാറുന്ന പഠിപ്പിച്ചെന്നല്ലേ ഇപ്പൊ ഞാൻ. വോളിയം മാറുമ്പോ കണ്ടക്ടിവിറ്റി മാറില്ല. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും വോളിയം എത്രയാ? ശ്രദ്ധിക്കേ. വോളിയം മാറുമ്പോ കണ്ടക്ടിവിറ്റി മാറുമോ? എന്താ ശ്രദ്ധിക്കാത്തെ? കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. വോളിയം മാറുമ്പോ കണ്ടക്ടിവിറ്റി മാറുമോ? അങ്ങനെയാണോ മാഷ് ഇപ്പൊ പറഞ്ഞേ? അല്ല. മാഷ് പറഞ്ഞ എന്താ? കണ്ടക്ടിവിറ്റി എന്താന്ന് പറഞ്ഞേ? കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞേ. ആര് മാറുന്ന പറഞ്ഞേ? വോളിയം മാറുമ്പോ കണ്ടക്ടൻസ് മാറുന്ന പറഞ്ഞേ അല്ലേ? കണ്ടക്ടൻസ് 10 എത്രയൊക്കെ ആക്കാം? 100 ഒക്കെ ആക്കാം. കണ്ടക്ടിവിറ്റി ഒരു ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ച് എന്താ? കോൺസ്റ്റന്റ്. ഓരോ ഇലക്ട്രോലൈറ്റിനും സ്വന്തമായിട്ട് എന്തുണ്ടാവും? ഓരോ കാപ്പയുടെ വാല്യൂ ഉണ്ടാവും. എന്താ കണ്ടക്ടിവിറ്റി? വോളിയം 1 എത്ര? 1 സെന്റിമീറ്റർ ക്യൂബ് ആക്കുമ്പോ കറണ്ട് കടത്തിവിടാനുള്ള കഴിവ്. പിടികിട്ടിയ? കറണ്ട് കടത്തിവിടാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരെന്താ? പിന്നെ എന്താ കണ്ടക്ടിവിറ്റി? വോളിയം 1 സെന്റിമീറ്റർ ക്യൂബ് ആവുമ്പോഴുള്ള കണ്ടക്ടൻസിനെയാണ് എന്ത് പറയുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ വേറെ സാധനമാണ് കേട്ടോ. എത്ര സാധനം പഠിപ്പിച്ചു? 4 4 കേട്ടോ. മനസ്സിലാവണ്ട? 4 എന്താ റെസിസ്റ്റൻസ്? കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അല്ലേ? എന്താ പറയുക? റെസിസ്റ്റിവിറ്റി. വോളിയം എത്ര? റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്തപ്പോ അങ്ങനെയല്ലേ പറഞ്ഞ? ലെങ്ത്തും ഏരിയയും എത്ര? 1. വ്യത്യാസം ഉണ്ട് കേട്ടോ. റെസിസ്റ്റിവിറ്റി ഓരോ ഇലക്ട്രോലൈറ്റിനും മാറി വരില്ലേ? റെസിസ്റ്റിവിറ്റി ആലോചിച്ച് നോക്കിയേ. കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി ആണോ സോഡിയത്തിന് വരിക? സോഡിയം അല്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റലിന് വരിക? അല്ല. ഓരോ ഇലക്ട്രോലൈറ്റിനും സ്വന്തമായിട്ട് എന്തുണ്ടാവും? ഒരേ ഇലക്ട്രോലൈറ്റിന് തന്നെ. ഇപ്പൊ KCl എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോലൈറ്റിന് പല റെസിസ്റ്റൻസ് പറ്റില്ലേ? പറ്റും. എടുക്കണ സൈസ് എന്ത് ചെയ്താൽ മതി? മാറിയാ മതി. ആണോടാ? R ഈക്വൽ ടു എന്താ? ശ്രദ്ധിക്കുക. ഇത് കണക്ട് ആയില്ലെങ്കിൽ അടുത്തൊന്നും മനസ്സിലാവില്ല. R ഈക്വൽ ടു എന്താ? അതിൽ റോ എന്താ? ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ച് റോ എന്താ? എപ്പോഴുള്ള റെസിസ്റ്റൻസ് അത് മാറും. പക്ഷെ ഏത് മാറും? R മാറണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലെങ്ത് കൂട്ടുക, അല്ലെങ്കിൽ വണ്ണത്തിൽ വ്യത്യാസം വരുത്തുക. അപ്പൊ എന്ത് മാറും? ഏത് മാറില്ല? സെയിം. അപ്പുറത്ത് ഏതാ? റെസിപ്രോക്കലില് ആര് മാറും? മാറില്ല. കണ്ടക്ടിവിറ്റി മാറില്ല. കണ്ടക്ടിവിറ്റിയില് എന്ത് ഫിക്സ്ഡാ? വോളിയം ഫിക്സ്ഡാ. റെസിസ്റ്റിവിറ്റിയിൽ എന്ത് ഫിക്സ്ഡാ? വോളിയം ഫിക്സ്ഡ് ആണ്.
അതൊക്കെ പോട്ടെ. അപ്പൊ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടക്ടിവിറ്റി ഒരു കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം. എന്താ? നേച്ചർ ഓഫ് ആരാ? ഇലക്ട്രോലൈറ്റ്. എന്താണ് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്? ഫസ്റ്റ് പോയിന്റ്. വേഗം അവിടെ നീങ്ങില്ല കേട്ടോ. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് മനസ്സിലാക്കിയിട്ട് പോകണം കേട്ടോ. അതെ, ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിലേക്കൊന്നും പോലെ പറ്റില്ല കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടുക്കാരുടെ പേപ്പറൊക്കെ ഇൻഡെപ്ത് ആയിട്ട് എന്ത് വരുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫിസിക്സ് പരീക്ഷയ്ക്ക് കുറെ ഡെറിവേഷൻ ഒക്കെ വന്നിരുന്നു. പ്ലസ് ടുകാർക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. ഡെറിവേഷൻസിന്റെ അളവൊക്കെ വളരെ എന്തായിരുന്നു, കുറവായിരുന്നു. ബൈ ഹാർട്ട് പഠിച്ചു പോയാൽ മാർക്ക് എടുക്കാൻ പറ്റുന്ന കരുതണ്ട. കെമിസ്ട്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാർക്ക് മൊത്തത്തിൽ എന്താണ് നന്നായിട്ട് താഴെ പോയിട്ട് കെമിസ്ട്രി ഒക്കെ. അപ്പൊ കുറച്ചുള്ളിൽ നിന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. കൺസെപ്റ്റ് കുറച്ചുകൂടെ ക്ലിയർ ചെയ്ത് പഠിക്കണം. അപ്പൊ എന്താ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്? അതിന്റെ അർത്ഥം എന്താ? ഇലക്ട്രോലൈറ്റ് മാറിയാൽ എന്ത് മാറും? പറയടാ. ഇലക്ട്രോലൈറ്റ് മാറി എന്ത് മാറും? കാപ്പയുടെ വാല്യൂ മാറും. എല്ലാ ഇലക്ട്രോലൈറ്റിനും സ്വന്തമായിട്ട് എന്തുണ്ടാവും? ഒരു കാപ്പയുടെ വാല്യൂ ഉണ്ടാവും. അടുത്ത പോയിന്റ് ചെയ്ത ഇന്റർ അയോണിക് അട്രാക്ഷൻ. ഇന്റർ അയണിക് അട്രാക്ഷൻ. ഇന്റർ അയണിക് അട്രാക്ഷൻ. ഇന്റർ അയണിക് അട്രാക്ഷൻ. എന്താ ഇന്റർ അയണിക് അട്രാക്ഷൻ? ഇന്റർ അയണിക് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കണേ? നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കണേ? എന്തിന്റെ കറണ്ടിനെ കടത്തിവിടാനുള്ള ശേഷിയെ കുറിച്ച് സംസാരിക്കണേ? ഈ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസില് എങ്ങനെയാണ് കറണ്ട് കടന്നു പോണത്? പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? മൂവ് ചെയ്യുന്നത് വഴിയാണ് അല്ലെ? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസിൽ ചാർജ് കാരിയേഴ്സ് ആരാണ്? ആനയോൺസ് ആൻഡ് കാറ്റയോൺസ്. അപ്പൊ ഇവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്തിനെ ബാധിക്കും? കറണ്ട് കടത്തിവിടാനുള്ള കഴിവിനെ ബാധിക്കും. ക്ലിയർ? ഇന്റർ അയണിക് അട്രാക്ഷൻ. എന്താ ഇന്റർ അയണിക് അട്രാക്ഷൻ? വ്യത്യസ്തമായിട്ടുള്ള അയോണുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന രീതിക്ക്. അതായത് ബോളിൽ ശ്രദ്ധിക്കുക. ബോളിൽ ശ്രദ്ധിക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം, അത്ര ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും ഇതിലെ ഇവിടെ ഒരു ഇലക്ട്രോഡ് വെച്ചു, ഇവിടെ ഒരു ഇലക്ട്രോഡ് വെച്ചു. ഇവിടെ NaCl. ഈ NaCl Na പ്ലസും Cl മൈനസും ഭയങ്കര സ്നേഹമാണ്. KCl എടുക്കുമ്പോൾ അവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹമില്ല. എവിടെ കണ്ടക്ടിവിറ്റി കൂടുക? എവിടെ കണ്ടക്ടിവിറ്റി കൂടുക? NaCl KCl. ഇവിടെ എന്ത് കൂടുതലാന്ന് പറഞ്ഞേ ഞാൻ? സ്നേഹം കൂടുതലാന്ന് പറഞ്ഞ കുറവാന്ന് പറഞ്ഞേ? സ്നേഹം കൂടുതലല്ലടാ. അപ്പൊ കറണ്ട് പോണെങ്കിൽ എന്ത് ചെയ്യണം? Na പ്ലസ് ഒരു സ്ഥലത്തേക്ക് പോകണം, Cl മൈനസ് മറ്റോടത്തേക്ക് പോകണ്ടേ? അപ്പോഴല്ല കറണ്ട് കണ്ടക്ട് ചെയ്യുക. ആണോ? എടാ, ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇത് എന്ത് ഇലക്ട്രോഡാ? നെഗറ്റീവ് ഇലക്ട്രോഡ്. എപ്പോഴാ സൊല്യൂഷനിലൂടെ കറണ്ട് പാസ് ചെയ്യുക? പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. പോസിറ്റീവ് ആയിട്ടുള്ള അയോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യണം നെഗറ്റീവിലേക്കും. നെഗറ്റീവ് ആയിട്ടുള്ള അയോൺ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പോഴല്ല അതിൻ്റെ ഉള്ളിലൂടെ കറണ്ട് പോവുക. ആണോ? അല്ലാണ്ട് അവര് സ്നേഹമായിട്ട് നടക്കിലിരുന്ന് കഴിഞ്ഞാൽ കറണ്ട് പോവോ? ഇല്ല. പ്യുവർ വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? ഇല്ല കേട്ടോ. എന്താ കാരണം? എന്തില്ല? അയോൺസ് ഫോം ചെയ്യില്ല. അപ്പൊ ഇവിടെ എന്താ സ്നേഹം കൂടുതൽ, ഇവിടെ എന്താ സ്നേഹം കുറവാ. എവിടെ വേഗം സ്പ്ലിറ്റ് ആയിട്ട് പോവാ? അപ്പൊ എവിടെ വേഗം കടന്നു പോവാ കറണ്ട്? KCl. അപ്പൊ ഈ ഇന്റർ അയണിക് അട്രാക്ഷൻ അനുസരിച്ച് എന്ത് മാറും? കണ്ടക്ടിവിറ്റി. ഇതിലെ കണ്ടക്ടിവിറ്റി കൂടുക. KCl കണ്ടക്ടിവിറ്റി കൂടില്ലേ? മനസ്സിലാവുണ്ടോ പറയണത്? സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസ് ആണ്. അല്ലെങ്കിൽ പോയിന്റ് പഠിക്കുക. എന്താണ് ഒരു ഫാക്ടർ ആണ് എന്ത്? ഇന്റർ അയണിക് അട്രാക്ഷൻ. അടുത്ത് എഴുതുക സോൾവേഷൻ ഓഫ് അയോൺസ്. സോൾവേഷൻ ഓഫ് അയോൺസ്. മൂന്നാമത്തെ കണ്ടക്ടിവിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണ് സോൾവേഷൻ ഓഫ് അയോൺസ്. സോൾവേഷൻ ഓഫ് അയോൺസ് എന്ന് പറഞ്ഞാൽ NaCl നമ്മള് എപ്പോഴായി ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ആയിട്ട് ആക്ട് ചെയ്യുക? ബോളിൽ ശ്രദ്ധിച്ചേ മക്കളെ. ഞാൻ ഇതില് കുറെ ഉപ്പെടുത്തിട്ടു. എങ്ങനെ? കുറെ കല്ലുപ്പ് വാരി നിറച്ചു കൂട്ടിക്കോ. കട്ടേരി നിൽക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ ബാറ്ററി വെച്ചു. കറണ്ട് കിടക്കുവോ? ഇവിടെ കറണ്ട് കിടക്കുവോ? ഇല്ല, കറണ്ട് കിടക്കില്ല. കിടക്കുവോ? ഇല്ല. അത് ഏത് സ്റ്റേറ്റിലാണ് നിൽക്കണേ? സോളിഡ് സ്റ്റേറ്റിലാണ് നിൽക്കണം. അത് കറണ്ട് കിടക്കില്ല. ഇതിന് ഒന്നല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്ക് മാറ്റണം നിങ്ങൾ? ഇതിലൂടെ കറണ്ട് കടന്നു പോകണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് ഏത് സ്റ്റേറ്റിലേക്ക് മാറ്റണം? മോൾട്ടൻ സ്റ്റേറ്റിലേക്ക് മാറ്റണം. മോൾട്ടൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുകിയ അവസ്ഥ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയണ്ടായിരുന്നു എന്താ? അക്വ സ്റ്റേറ്റിലേക്ക് മാറ്റണം. എന്താണ് അക്വ സ്റ്റേറ്റ്? അക്വ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആര് വരും? H2O വരും. ആര് വരും? NaCl വരും. H2O ആണ് അപ്പൊ ഇവിടുത്തെ ആര്? സോൾവെന്റാ സൊല്യൂഷൻ. സോൾവെന്റാ സൊല്യൂട്ടാ H2O. NaCl വെള്ളത്തിൽ ലയിപ്പിച്ചു. സോൾവെന്റാ സൊല്യൂട്ടാ? സോൾവെന്റ്. ആണോടാ മക്കളെ? ഇത് സോൾവെന്റ്. NaCl എന്താ? സൊല്യൂട്ട്. എതിർപ്പില്ലല്ലോ. എന്താണ് ഈ സോൾവേഷൻ ഓഫ് അയോൺസ്? സോൾവേഷൻ ഓഫ് അയോൺസ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ബിറ്റ്വീൻ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ആരാണ്?
സൊല്യൂട്ട് ആൻഡ് NaCl സോൾവെന്റ് ആയിട്ട് ഭയങ്കര അട്രാക്ഷൻ ആണ്. KCl അത്ര അട്രാക്ഷൻ ഇല്ല. കണ്ടക്ടിവിറ്റിനെ ബാധിക്കില്ലേ? H2O ആയിട്ട് ഇവൻ കണക്ട് ചെയ്തിരിക്കുക, അപ്പൊ മൂവ് ഇല്ല. KCl അത്ര കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ കുറച്ചുകൂടെ ഫ്രീഡം എവിടെ കിട്ടും? KCl കിട്ടുക, NaCl കിട്ടുക? KCl കിട്ടും. കാരണം ആരായിട്ടുള്ള അട്രാക്ഷൻ കുറിച്ചാണ് പറയണേ? H2O ആയിട്ടുള്ള അട്രാക്ഷൻ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ സോൾവേഷൻ ഓഫ് അയോൺസ് അല്ലെങ്കിൽ സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള അട്രാക്ഷൻ മാറുന്നതനുസരിച്ച് ആര് മാറും? കണ്ടക്ടിവിറ്റിയുടെ വാല്യൂവിൽ എന്ത് കാണിക്കും? വ്യത്യാസം കാണിക്കും. അപ്പൊ മൂന്നാമത്തെ ഫാക്ടർ എന്താ? സോൾവേഷൻ ഓഫ് അയോൺസ്. അടുത്ത പോയിന്റ് നിങ്ങൾ പറഞ്ഞു വിസ്കോസിറ്റി അല്ലെ? വിസ്കോസിറ്റിയിൽ എന്താണ് സംഭവിക്കുക? നിങ്ങളൊന്ന് പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള യുക്തി ഉപയോഗിക്കുക. വിസ്കോസിറ്റിയിൽ എന്താ സംഭവിക്കുക? വിസ്കോസിറ്റി കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടുക കുറയും. എന്താ വിസ്കോസിറ്റി? കഴിഞ്ഞ പോലെ പഠിച്ചാണ്. എന്താ വിസ്കോസിറ്റി? വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് അല്ലെ വിസ്കോസിറ്റി. പച്ചവെള്ളത്തിനാണോ തേനിനാണോ വിസ്കോസിറ്റി കൂടുതൽ? അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞേക്കാം വിസ്കോസിറ്റി കൂടുമ്പോ കണ്ടക്ടിവിറ്റി എന്ത് സംഭവിക്കും? ഒന്ന് ആലോചിച്ച് പറഞ്ഞു. വലിയ ഭയങ്കരമായിട്ടുള്ള യുക്തിയൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. വിസ്കോസിറ്റി കൂടുമ്പോ എന്ത് ചെയ്യുന്നു? കണ്ടക്ടിവിറ്റി എന്താ കുറയും. കാരണം എന്ത് കുറവാണ്? ഫ്ലോ കുറവാണ്. മൂവ് ചെയ്യാൻ എന്താ കുറെ ബുദ്ധിമുട്ടാണ് അല്ലെ. കാരണം സൊല്യൂഷൻ ഭയങ്കര എന്താണ്? വിസ്കസ് ആണ്. മൂവ് ചെയ്യാൻ എന്താണ്? എന്ത് കാണിക്കും? മൂവ് ചെയ്യാൻ ഭയങ്കര എന്ത് കാണിക്കും? ബുദ്ധിമുട്ട് കാണിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും വിസ്കോസിറ്റി ആരെ ബാധിക്കും? കണ്ടക്ടിവിറ്റിനെ ബാധിക്കും. വിസ്കോസിറ്റി ആരെ ബാധിക്കും? കണ്ടക്ടിവിറ്റി ബാധിക്കും. ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു. ഒന്ന് യുക്തി ഉപയോഗിച്ച് നോക്കിയാൽ എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോ എന്തുണ്ടാവുക? കണ്ടക്ടിവിറ്റിക്ക്. ടെമ്പറേച്ചർ കൂടുമ്പോ കണ്ടക്ടിവിറ്റിക്ക് എന്തുണ്ടാവുക? കൂടുക കുറയോ? ഉറക്കെ പറഞ്ഞേ. കൂടുക. എന്താ കാരണം? കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചർ കൂടുക വെച്ചാൽ മോളിക്യൂൾസിനെ കൊടുക്കുന്നത് എന്തായി? ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്തിനോട് പ്രൊപ്പോർഷനിലാ? കൈനറ്റിക് എനർജിനോട് പ്രൊപ്പോർഷനിലാണ് അല്ലെ. കൈനറ്റിക് എനർജി എന്താ? കൂടും. ഇടിണ്ടാക്കലടാ. അപ്പൊ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോ മോളിക്യൂൾസ് നല്ല രീതിയിൽ എന്ത് ചെയ്യും? തിളച്ചു മറിയാൻ തുടങ്ങും അല്ലെ. മൂവ്മെന്റ് കുറച്ചുകൂടെ എന്താവും? ഈസിയർ ആവും അല്ലെ. കുറച്ചുകൂടെ ഈസിയർ ആവുന്ന കണ്ടക്ടിവിറ്റി എന്താ? കൂടെ വേണമെങ്കിൽ എഴുതിട്ടോ. എന്താ കണ്ടക്ടിവിറ്റി? ടെമ്പറേച്ചറിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ട് കണ്ടക്ടിവിറ്റി increases with increasing temperature. Conductivity increases with increasing temperature. Conductivity increases with increasing temperature. Conductivity increases with increasing temperature. അപ്പൊ നാളേക്ക് പഠിക്കാനുള്ള ലിസ്റ്റില് അത് ആഡ് ചെയ്യാം. എന്താ? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടക്ടിവിറ്റി. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കണ്ടക്ടിവിറ്റി. ഒന്നും ആയിട്ടില്ല കേട്ടാ. പഠിക്കാനുള്ളതും ആയിട്ടില്ലേ. പാടം നീങ്ങിയിട്ടില്ല കേട്ടോ. എത്ര നേരം? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓക്കെ അല്ലേ? കുഴപ്പമില്ല. ശ്രദ്ധിക്കുക. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുക. എന്താ കണ്ടക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ്. പറയൂ. ഇറ്റ് ഈസ് ദ കണ്ടക്ടൻസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഹാവിംഗ് 1 cm³ ഓഫ് സൊല്യൂഷൻ. അല്ലേ റാഫേലെ? എവിടെ ശ്രദ്ധിക്കുക. കറക്റ്റ് അല്ലേ? കണ്ടക്ടിവിറ്റി, കണ്ടക്ടൻസ് ഒക്കെ എന്താണ്? ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്യാനുള്ള കഴിവാണ്. റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റൻസ് ഒക്കെ എന്താണ്? ഇലക്ട്രിസിറ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്. യൂണിറ്റുകളൊക്കെ കണ്ടു അല്ലെ. ഇനി വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. അതായത് വേറൊരു കാര്യം,
ഈ കണ്ടക്ടിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക? നമ്മൾ പറഞ്ഞു ഗിവൺ വോളിയത്തിൽ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഗിവൺ ടെമ്പറേച്ചർ, വിസ്കോസിറ്റി, ഇതൊക്കെ കോൺസ്റ്റന്റ് ആക്കി നിർത്തണം കേട്ടോ. എന്നിട്ടാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടക്ടിവിറ്റി കിട്ടുക കേട്ടോ നമുക്ക്. ബോർഡിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, ബോർഡിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാന് 1 സെന്റിമീറ്റർ ക്യൂബുള്ള എന്തെടുക്കുകയാണ്? 1 സെന്റിമീറ്റർ ക്യൂബുള്ള ഒരു പാത്രം എടുത്തു. നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. 1 സെന്റിമീറ്റർ ക്യൂബുള്ള പാത്രം എടുത്തു. അതിൽ നിറയെ എന്ത് ഫില്ല് ചെയ്തു? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഫില്ല് ചെയ്തു. ഇതിലെന്ത് ഫില്ല് ചെയ്തു? ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഫില്ല് ചെയ്തു. എതിർപ്പില്ലല്ലോ. ഇതില് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടക്ടൻസ് എത്രയാണോ അതിനെയാണ് എന്ത് പറയുന്നത്? കാപ്പ എന്ന് പറയുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? കാപ്പ. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കാം, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഞാൻ വോളിയം ഇൻക്രീസ് ചെയ്യാം. വോളിയം എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യണം. വോളിയം ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വോളിയം ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വോളിയം ഇൻക്രീസ് ചെയ്ത് ഇതിലേക്ക് കുറെ വെള്ളം എടുത്ത് ഒഴിക്കും. ഇതിലേക്ക് കുറെ എന്തെടുത്ത് ഒഴിക്കും? വെള്ളം എടുത്ത് ഒഴിക്കാൻ പോവാം. അപ്പൊ കാപ്പയുടെ വാല്യൂവിന് വ്യത്യാസം വരുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു കാപ്പ? അതായത് ഞാനിപ്പോ ആദ്യം ഇതിലേക്ക് ഒരു സൊല്യൂഷൻ എടുത്തു അല്ലെ. എത്ര തന്നെയാ? 1 സെന്റിമീറ്റർ ക്യൂബാണ്. നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി, വളരെ സിമ്പിൾ ആണ്. ഞാൻ ആദ്യം ഒരു ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 സ്പൂണ് എന്ത് മിക്സ് ചെയ്തു? NaCl മിക്സ് ചെയ്തു. എതിർപ്പില്ലല്ലോ. നന്നായി ശ്രദ്ധിക്കട്ടോ, കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയാം. NaCl നന്നായിട്ട് എന്ത് ചെയ്തു? ഇളക്കി. എന്നിട്ട് ഏത് പാത്രത്തിലേക്ക് ഒഴിച്ചു? ഈ 1 സെന്റിമീറ്റർ ക്യൂബിന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു. എങ്ങനെയാണ് സൊല്യൂഷൻ ഉണ്ടാക്കിയാണ്? 1 ലിറ്ററിൽ 2 സ്പൂൺ NaCl കേട്ടോ. എന്നിട്ട് ഞാൻ അതിന്റെ എന്ത് മാർക്ക് ചെയ്ത് വെച്ചു? കാപ്പ മാർക്ക് ചെയ്ത് വെച്ചു. വോളിയം എത്രയാ? 1 സെന്റിമീറ്റർ ക്യൂബ് തന്നെയാണ് കേട്ടോ. വോളിയം എത്രയാണ്? 1 സെന്റിമീറ്റർ ക്യൂബ് തന്നെയാണ്. ഇനി ഞാൻ വേറൊരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്തു? 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്? ഞാനൊരു 10 സ്പൂണ് NaCl മിക്സ് ചെയ്തു. എന്താ മിക്സ് ചെയ്താണ്? 10 സ്പൂൺ എന്ത് മിക്സ് ചെയ്തു? NaCl എന്ത് ചെയ്തിരിക്കുകയാണ്? മിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 10 സ്പൂണ് NaCl മിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവിക്കുക? ഇവിടെ എന്താ ആക്ച്വലി സംഭവിച്ചത്? ഈ 2 സൊല്യൂഷൻസ് തമ്മിൽ എന്തിനാണ് വ്യത്യാസം? എന്തിനാ വ്യത്യാസം തന്നെ? 2 സൊല്യൂഷന്റെ എന്ത് വ്യത്യാസമുണ്ട്? ഒക്കെ പറ, ശരിയാണ്ട പറ. കോൺസെൻട്രേഷനിൽ വ്യത്യാസമുണ്ട് അല്ലെ? എന്ത് മാറി? കോൺസെൻട്രേഷൻ മാറി, ചേഞ്ച്. ശരിയല്ലേ? 2 ഒഴിച്ചത് ഏത് പാത്രത്തിലേക്കാ? 1 സെന്റിമീറ്റർ. കാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള കഴിവ്. നമ്മൾ ശ്രദ്ധിക്കുക, കാപ്പ എന്താണ്? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള കഴിവ്. 2ഉം ഒഴിച്ചത് എവിടേക്കാണ്? 1 സെന്റിമീറ്റർ ക്യൂബിലേക്കാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് 2 കേസിലും കാപ്പ സെയിം ആയിരിക്കുന്നു? കാപ്പ എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള കഴിവ്. കേട്ടോ. 2 ഒരുപോലെ ആയിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ? ഇല്ലല്ലോ. 2ന്റെ എന്ത് സെയിമാ? വോളിയം എത്രയാ? പക്ഷെ കാപ്പ സെയിം ആവും. എന്ത് മാറി? സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അത് സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കൽ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ? സിമ്പിൾ സെൻസ് ആണ്. കോൺസെൻട്രേഷൻ കൂടുമ്പോൾ കൂടുതൽ അയൺസ് വരും. അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇത്ര മനസ്സിലാക്കുക. കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? കണ്ടക്ടിവിറ്റി മാറും. കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറും? കണ്ടക്ടിവിറ്റി മാറും. ഒരു ഹെഡിങ് കൊടുത്തത് അത് 2 വേറെ രീതിയിലാണ് എടുക്കണേ. നമുക്ക് കണ്ടക്ടിവിറ്റിയുടെ കൂടെ തന്നെ അതിന്റെ വേരിയേഷൻ പഠിച്ചു പോവാം. എഴുതിയേ, വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി. അടുത്ത ഹെഡിങ് കേട്ടോ. നമ്മളിപ്പോ കണ്ടക്ടിവിറ്റി അല്ലേ അവസാനം എഴുതി നിർത്തിയാണ്. അത് ഫാക്ടേഴ്സ് എഴുതി, അതുകൂടെ കഴിഞ്ഞിട്ട് എഴുതുക, ഹെഡ് എഴുതുക. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി നാളേക്ക് പഠിക്കാനുള്ള സാധനം കിട്ടുക. പ്രോബ്ലം സെക്ഷൻ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി നാളേക്ക് അധികം പഠിക്കാൻ കേട്ടോ. പഠിച്ചു വരണിട്ടാ. എന്റെ നല്ല പടൽ കേട്ടോ. ഇപ്പൊ അത്രയല്ലേ മാക്സിമം പറ്റുള്ളൂ, വേറൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഇരുന്ന് പഠിക്കുക. ഒരു 7 മണിയാകുമ്പോ ഇത് പഠിച്ചിട്ട് പോയാൽ മതി. ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് വെച്ചാണില്ല. മനസ്സിലായി? കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ അധികം പഠിക്കാനും ഇല്ലല്ലോ. പഠിച്ച് കളിപ്പിച്ച് എന്ത് ചെയ്യുക? പോവാ. മാഷക്കും വേറെ പണിയില്ല, നിങ്ങൾക്കും വേറെ പണിയില്ല. ക്ലിയർ?
കാർത്തികേ ഇവിടെ ഇങ്ങോട്ട് കൂടാ രാത്രി പഠിച്ചു വരിക കേട്ടോ എല്ലാ ദിവസവും നന്നായി പഠിക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ അങ്ങനെയാണ് തോന്നിയത് ഇതുവരെ. ഇപ്പൊ എന്നിട്ട് തപ്പണേ എടുത്ത് കൊടുക്കാൻ എന്റെ പേന എന്നിട്ടാ ഡബ്ബറ അല്ല സ്റ്റോപ്പ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാ? കുഴപ്പമില്ലല്ലോ. സൈലന്റായിരുന്നേ സൈലന്റായിരുന്നേ വെള്ളം കൂട്ടണേ. എടി കിട്ടിയാ? എന്താ അതിന്റെ പ്രശ്നം? ചോദിക്കേ. ആൾക്കാ പ്രശ്നം പറഞ്ഞോ. അപ്പോഴേക്കും കുഴപ്പമില്ലാണ്ടാക്കി പറഞ്ഞോ നിങ്ങള്. നല്ല വിഷയങ്ങൾ ക്ലിയർ ആവുള്ളോ. ചോദിക്കോ? ആ ഏതാ ഡൗട്ടുകൾ ചോദിക്കാം. എന്നാലും മനസ്സിലാവുള്ളൂ. അല്ല നേച്ചർ ഓഫ് ഇലക്ട്രോണൈറ്റ് പകരം ആര് വരണം? മനസ്സിലായോ? ഇലക്ട്രോളൈറ്റ് തന്നെ എന്ത് ചെയ്തു? ഇവിടെ നേച്ചർ ഓഫ് ഇലക്ട്രോളൈറ്റ് എന്താ? സെയിം ചോദിക്കുക. നേച്ചർ ഓഫ് ഇലക്ട്രോളൈറ്റ് ഓരോ ഞാൻ മോളിൽ സൊല്യൂഷൻ ഒരേ സൊല്യൂഷനാണോ? Conductivity constant ആണ്. അത് ഇപ്പോഴും മാറിയിട്ടില്ല. ഒരു given constant, ഒരു given concentration concentration മാറുമ്പോഴാണ് ഇത് മാറുന്നത്. Conductivity constant ആ സമയത്ത് മോളിന്റെ സൊല്യൂഷൻ ഒരു മിനിറ്റ് അതൊരു മക്കളെ പതുക്കെ സംസാരിക്കും. ആവശ്യമുള്ള ശ്രദ്ധിച്ചു. അതായത് ഈ സൊല്യൂഷൻ മാഷ് എന്ത് ചെയ്തു? ഇതിന്റെ കാപ്പ ഉണ്ടല്ലോ 1 സെന്റിമീറ്റർ ക്യൂബ്. ഈ സൊല്യൂഷൻ എടുത്തിട്ട് ഇതിൽ ഫില്ല് ചെയ്തു. ഇതിന്റെ വോളിയം എത്രയാ? 1 സെന്റിമീറ്റർ ക്യൂബ്. ഇതിന്റെ വാല്യൂ 10 ആണെന്ന് കരുതാം. കുഴപ്പമില്ലല്ലോ. ഇനി ഈ സൊല്യൂഷൻ തന്നെ കേട്ടോ ശ്രദ്ധിക്കുക. ഈ സൊല്യൂഷൻ ഞാൻ എത്രയിലേക്ക് ഒഴിച്ചു? വലിയ പാത്രം എടുത്തു. എത്ര സെന്റിമീറ്റർ ക്യൂബാ? 2 സെന്റിമീറ്റർ ക്യൂബ്. ഇതിന്റെ കാപ്പ എത്ര വരില്ല? ഇതിന്റെ കാപ്പയല്ല. ഇതിന്റെ കാപ്പ എത്ര വരികയെന്നറിയോ? ഇതിന്റെ കാപ്പ ഇവിടെ എത്ര വരും? 10 തന്നെ വരും. മനസ്സിലായോ? അതിന്റെ കാപ്പ എത്ര തന്നെ വരും? 10 തന്നെ വരും. കാരണം എന്തുകൊണ്ടാ? വോളിയം മാറി. അവിടെ വോളിയം മാറി. പക്ഷെ എന്ത് മാറ്റി എഴുതിയിട്ടില്ലേ മാഷ്? സൊല്യൂഷൻ എന്താ? സെയിം സൊല്യൂഷനാ. സെയിം സൊല്യൂഷനിൽ കാപ്പയുടെ വാല്യൂ എന്താ? സെയിം ആണ്. നിങ്ങൾ 3 എടുത്തു. അപ്പോഴും കാപ്പ എത്രയാ? കാപ്പ എത്രയാ? 10 തന്നെ. കാരണം കാപ്പ എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ? 1 സെന്റിമീറ്റർ ക്യൂബിൽ ഒഴിക്കുമ്പോഴതാ. മനസ്സിലായോ? കാപ്പ എന്ന് പറഞ്ഞാൽ എന്താ? 1 സെന്റിമീറ്റർ ക്യൂബിൽ വരുമ്പോഴുള്ള കഴിവാണ് എന്ത്? കാപ്പ. അപ്പൊ ഞാൻ 2 സെന്റിമീറ്റർ ക്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കാപ്പ എത്രയായിരിക്കും? സെയിം കാപ്പയായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? കാപ്പ മാറുന്നില്ല. അപ്പുറം കാപ്പ കോൺസ്റ്റന്റ് ആണ്. ചോദിച്ചോ? 2 സെന്റിമീറ്റർ ക്യൂബ് വോളിയാണ് മാറിയത്. നിങ്ങളുടെ സംശയതല്ലേ? അതായത് ഇവിടെ ശ്രദ്ധിക്കുക. നല്ല ചോദ്യങ്ങളാണ്ട. ശ്രദ്ധിക്കേ. ഞാൻ സംസാരിക്കണ്ട. നീ ഇവിടെ ശ്രദ്ധിക്കും. നിങ്ങളുടെ സംശയം 1 സെന്റിമീറ്ററിൽ ഒഴിച്ചപ്പോ കാപ്പ എത്രയാ മക്കളെ? അല്ല മാഷ 10 ആണല്ലോ. അപ്പൊ 2 സെന്റിമീറ്ററിൽ ഒഴിക്കുമ്പോ എത്ര വരണം? 20 വരണ്ടേ എന്നല്ലേ ചോദ്യം? അങ്ങനെയല്ലേ ചോദ്യം? അതല്ല. ഏതാ കാപ്പ? 1 സെന്റിമീറ്റർ ക്യൂബ് 1 സെന്റിമീറ്റർ ക്യൂബ് മാറില്ല എന്നല്ല, കാപ്പ മാറില്ല. 1 സെന്റിമീറ്റർ ക്യൂബിന്റെ അളവിൽ എന്ത് മാറില്ല? കാപ്പ മാറില്ല. ഇവിടെ എത്ര സെന്റിമീറ്റർ ക്യൂബാ?
2 സെന്റിമീറ്റർ ക്യൂബ്. നിങ്ങൾ ഇവിടുത്തെ സൊല്യൂഷൻ 1 സെന്റിമീറ്റർ ക്യൂബില് എത്ര തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. ആ സൊല്യൂഷൻ നിങ്ങൾ 1 സെന്റിമീറ്റർ ക്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ വരുന്ന കണ്ടക്ടൻസ് ആണ് എന്ത് കാപ്പ. ഇവിടുത്തെ കണ്ടക്ടൻസ് എന്തായിരിക്കും? ഇവിടെ ശ്രദ്ധിക്കില്ല, അവിടെ ശ്രദ്ധിക്കും. പ്രധാനപ്പെട്ട പോയിന്റുള്ള പറയാനാ. ഇവിടുത്തെ കണ്ടക്ടൻസും സെയിം ആണോ? അല്ല. അടിയിലത്തെ മോളിലത്തെ കണ്ടക്ടൻസ് സെയിം ആണോ? അല്ല. കണ്ടക്ടൻസ് എന്തല്ല? സെയിം അല്ല. പക്ഷെ എന്ത് സെയിം ആയിരിക്കും? കണ്ടക്ടിവിറ്റി സെയിം ആയിരിക്കും. പിടികിട്ടിയ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? മാറി. അതെന്താ അതിന്റെ കാരണം? അതായത് ശ്രദ്ധിക്കുക, ഇങ്ങനെ പറഞ്ഞുതരാം. ഇവന്റെ കയ്യില് എല്ലാ കുട്ടികളുടെ കയ്യിലും മാഷ് എത്ര മിഠായി വെച്ച് തന്നു? 5 മിഠായി വെച്ച് തന്നു. ശ്രദ്ധിക്ക് പലരും ശ്രദ്ധിക്കുന്നില്ല കേട്ടാ, നിസ്സാരാക്കണം. എല്ലാ കുട്ടികളുടെ കയ്യിലും മാഷ് എത്ര മിഠായി വെച്ച് തന്നു? 5 മിഠായി വെച്ച് തന്നു. ഓരോ ബെഞ്ചിന് തന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ആദ്യത്തെ ബെഞ്ചിന്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ മിഠായി എത്രയാ? അപ്പൊ നിങ്ങൾ എന്താ പറയാ? 20 അല്ലേ പറയാ? ആണോ? നിങ്ങളുടെ കയ്യിലുള്ള ടോട്ടൽ എത്രയാ? അവര് പറയുന്ന ഉത്തരം എന്തായിരിക്കും? 20 ആണ്. അവരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഒരാൾക്ക് എത്ര തന്നെ? 5. ആ ബെഞ്ചിന്റെ ഉത്തരം കഴിഞ്ഞില്ലേ? അടുത്ത ബെഞ്ചിൽ 3 പേരുള്ളൂ. അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മിഠായി കിട്ടി ടോട്ടല്? 3 പേരുള്ളൂ. അപ്പൊ അവര് എത്ര പറയാ ടോട്ടല്? 15. ഒരാൾക്ക് എത്ര വെച്ചിട്ട് തന്നെ? 5. ആ 5 കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അടുത്ത ബെഞ്ചിൽ ചോദിച്ചു, അല്ലെങ്കിൽ രണ്ടാം ബെഞ്ചിൽ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മിഠായി കിട്ടി ടോട്ടല്? അപ്പൊ 5 × 5 എത്ര കിട്ടി? 25. ഒരാൾക്ക് എത്ര മിഠായി കിട്ടി? 5. കണ്ട, ആ ഒരാൾക്ക് കിട്ടിയ മിഠായിയുടെ വാല്യൂ എപ്പോഴും എന്താ? കോൺസ്റ്റന്റ് ആണ്. അതാണ് എന്ത് 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള വാല്യൂ എന്താ? ഓൾവേസ് കോൺസ്റ്റന്റ്, 10 ആണ്. അതാണ് 2 ആക്കിയപ്പോഴും. കാപ്പ എത്രയിലാണ് നിർത്തിയത്? 20 അല്ലായിരുന്നു, 10 എഴുതിയിട്ട് മാഷാതി. കാപ്പ എത്രയിലാണ് നിർത്തിയത്? 10 നിർത്തിയത്. അതായത് 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള കാപ്പയുടെ വാല്യൂ എന്താ? വോളിയം മാറിയാലും എന്താ? റിമൈൻസ് എന്താ? കോൺസ്റ്റന്റ് ആണ്. കണ്ടക്ടിവിറ്റി എപ്പോഴും എന്താ? കോൺസ്റ്റന്റ്. ഇനി കണ്ടക്ടിവിറ്റി മാറുന്ന പറയണേ. ഇപ്പൊ എന്താ ഹെഡിങ് എഴുതി വെച്ചാണ്? ഇനി അടുത്ത കൺഫ്യൂഷൻ അതാ. ഇപ്പൊ എന്താ ഹെഡിങ് എഴുതി വെച്ചാണ്? ഇപ്പൊ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇനി എന്താ എഴുതി വെച്ചാണ്? വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി. അതെപ്പോഴാ? എന്ത് മാറി ഇവിടെ? അപ്പൊ എപ്പോഴാണ് കണ്ടക്ടിവിറ്റി കോൺസ്റ്റന്റ് ആവണേ? അറ്റ് എ ഗിവൺ കോൺസെൻട്രേഷനിൽ. മനസ്സിലാവണ്ട. ഇനി കോൺസെൻട്രേഷൻ മാറുമ്പോ എന്ത് മാറും? കണ്ടക്ടിവിറ്റി മാറും. കോൺസെൻട്രേഷൻ മാറുമ്പോ എന്ത് മാറും? കണ്ടക്ടിവിറ്റി മാറും. ഇനി അതിലേക്കാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ 2 ടേംസ് പറയുന്നുണ്ട് ഇവിടെ. കണ്ടക്ടിവിറ്റി എന്താന്ന് പറയുന്നുണ്ട്? കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി എന്താ എഴുതി വെച്ചാണ്? വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി. അത് ആര് മാറുന്നതിനനുസരിച്ച്? ഒരു ഗിവൺ കോൺസെൻട്രേഷനില് ഇന്നേ ഗിവൺ ഇനി ടെമ്പറേച്ചർ മാറിയ നമ്മൾ നേരത്തെ എന്ത് എഴുതിയ? കണ്ടക്ടിവിറ്റി മാറുന്ന എഴുതിയില്ലേ? അപ്പൊ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തായിട്ട് നിൽക്കണം? കോൺസ്റ്റന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ കാപ്പ എന്താ? കോൺസ്റ്റന്റ്. ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ എന്ത് മാറും? കാപ്പയുടെ വാല്യൂ എന്ത് ചെയ്യാൻ തുടങ്ങും? മാറാനായിട്ട് തുടങ്ങും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം. റെസിസ്റ്റിവിറ്റി പഠിച്ചിട്ടില്ലേ? റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആണല്ലേ? 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് അല്ലേ? കോപ്പറിന് ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ടാവില്ലേ? ഇത് മാറും. ടെമ്പറേച്ചർ മാറി എന്ത് മാറും? റെസിസ്റ്റിവിറ്റി മാറും. പഠിക്കാണ്ട് കൊല്ലം. റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പോലും അതിനെ എഫക്ട് ചെയ്യുന്ന വേറെ എന്തുണ്ട്? ഫാക്ടർ ഉണ്ട്. ഇനി വേറെ കാര്യം പഠിപ്പിച്ചു തരാം. ഈ കൊല്ലൊരു സാധനം പഠിച്ചില്ലേ? ഹെൻറീസ് കോൺസ്റ്റന്റ് പഠിച്ച് ഓർമ്മയില്ല? എന്താ? പാർഷ്യൽ പ്രഷർ ഈക്വൽ ടു KH × KH കോൺസ്റ്റന്റ് ആണോ? അതെ. എന്ത് കോൺസ്റ്റന്റാ? ഹെൻറീസ് കോൺസ്റ്റന്റ്. KH മാറും. എപ്പോഴാ? ടെമ്പറേച്ചറും പിന്നെന്താ? നേച്ചർ ഓഫ് സൊല്യൂഷനും മാറി കഴിഞ്ഞാൽ എന്ത് മാറും? KHന്റെ വാല്യൂ മാറും. കോൺസ്റ്റന്റ് ലോകം അവസാനിക്കുന്നവരെ കോൺസ്റ്റന്റ് ആണോ? അല്ല. വേരിയബിൾ കോൺസ്റ്റന്റ്സ് ഉണ്ട് അല്ലേ? മാറണ ടൈപ്പ് എന്തുണ്ട്? കോൺസ്റ്റന്റ്സ് ഉണ്ട്. ആ കോൺസ്റ്റന്റിനെ എഫക്ട് ചെയ്യുന്ന വേറെ സാധനങ്ങൾ മാറി എന്ത് മാറും? ഈ കോൺസ്റ്റന്റ് മാറും. കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് നമ്മള് കോൺസ്റ്റന്റുകളെ കുറിച്ച് പഠിക്കുമ്പോ. ഐഡിയ മനസ്സിലാവണ്ടാ പറയണേ. ഇത് മാഷ് ക്ലാസ് നിന്ന് എടുത്തു തുടങ്ങുമ്പോ പറഞ്ഞു കുറച്ച് എന്താന്ന് പറഞ്ഞു. ഇത് ഇത്ര കൺഫ്യൂഷൻ ഒന്നും വരില്ല. ഇത് ഇത്ര പറഞ്ഞാൽ മതി. ഇത് വേറെ രീതിയിൽ പറഞ്ഞ അവസാനിപ്പിക്കണം ഞാൻ. കണ്ടക്ടിവിറ്റി എന്താ? 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള കണ്ടക്ടൻസ് ആണ് എന്ത്? കണ്ടക്ടിവിറ്റി. കേട്ടാ? കഴിഞ്ഞു. കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ മാറുമ്പോ എന്താ? മാറും. ഇനി അടുത്ത് എഴുതിക്കുന്നത് പറഞ്ഞു പോവാന്നുള്ളൂ. ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണേ? സംസാരിക്കണേ. അപ്പൊ 2 സെന്റിമീറ്റർ ക്യൂബിന്ന് 1 സെന്റിമീറ്റർ ക്യൂബിന്ന് 2 സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റിയാലും എന്ത് മാറുന്നില്ല? 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള വാല്യൂല് മാറ്റം വരുന്നില്ല. അപ്പൊ കാപ്പ എന്തായിട്ട് തുടരുകയാണ്? റിമെയിൻസ് സെയിം ആണ്. കുഴപ്പമില്ലല്ലോ. അതെപ്പോ? ബാക്കി എല്ലാ കണ്ടീഷൻസും എന്തായിട്ട് നിൽക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട്. അത് വിസ്കോസിറ്റി മാറാൻ പാടില്ല, ടെമ്പറേച്ചർ മാറാൻ പാടില്ല, കോൺസെൻട്രേഷൻ മാറാൻ പാടില്ല. അതിലെന്തിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് മാറും? കണ്ടക്ടിവിറ്റി മാറും.
കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എന്താ എഴുതി വെച്ചാൽ നമ്മള് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചേ, ഇതിൽ ആരാണ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യാന്ന്, കണ്ടക്ടിവിറ്റി എവിടെയാണ് കൂടുതൽ നിങ്ങൾ കണ്ടുപിടിച്ചേ? 1-ലാണോ 2-ലാണോ? ഒന്ന് ഡിസ്കസ് ചെയ്തേ അടുത്തത്. അതൊക്കെ പോവാം, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. 1-ലാണോ 2-ലാണോ എന്നുള്ളത് പറയൂ. കൺഫ്യൂഷൻ മാറിയില്ലേ? ഇവിടെ ചോദിച്ചോ, ക്ലിയർ ആവട്ടെ, പറഞ്ഞോ, ആദ്യം പറയും. അതായത് ശ്രദ്ധിച്ചേ, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. തൂങ്ങി നിൽക്കാൻ പോണേ. ശ്രദ്ധിച്ചേ, സൈലന്റായിട്ടിരിക്കാൻ പറഞ്ഞാൽ പിന്നെ സൈലന്റായിട്ടിരിക്കണം, പിന്നെ വേളാക്കല്ലേ. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കാപ്പ കാണാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ 10 സെന്റിമീറ്റർ ക്യൂബ് എന്ത് തന്നു? സൊല്യൂഷൻ തന്നു. കാപ്പ കാണാൻ പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്യുക? ഈ 10 സെന്റിമീറ്റർ വെച്ചിട്ടാണോ കാപ്പ അളക്കണ്ടേ? അല്ല, കാപ്പ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിനെ എത്ര ഊറ്റിയെടുക്കണം? എന്നിട്ട് അത് 1 സെന്റിമീറ്റർ ക്യൂബിന്റെ പാത്രത്തിലേക്ക് ഒഴിക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? കാപ്പ കാണാൻ. ഞാൻ നിങ്ങൾക്ക് 100 തന്നു, കാപ്പ കാണാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതേ സൊല്യൂഷൻ എത്രയ്ക്ക് എടുക്കും? 1 സെന്റിമീറ്റർ ക്യൂബിന്റെ പാത്രത്തിലേക്ക് എടുക്കും. എന്നിട്ട് കണ്ടക്ടൻസ് അളക്കും. അപ്പൊ 10 തന്നാലും 100 തന്നാലും നിങ്ങൾ കാപ്പ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉത്തരം എന്തായിരിക്കും? സെയിം ആയിരിക്കും. തന്ന സൊല്യൂഷന്റെ കേട്ടോ. എന്ത് സൊല്യൂഷന്റെ? നീ തന്ന സൊല്യൂഷൻ മാറിയാലോ? ഐഡിയ മനസ്സിലായോ? തന്ന സൊല്യൂഷൻ മാറിയ കാപ്പ മാറും. തന്ന സൊല്യൂഷൻ മാറിയ കാപ്പ മാറില്ലേ? ഈ സൊല്യൂഷൻ സെയിം ആണോ? ഈ സൊല്യൂഷൻ സെയിം ആണോ? അതിന് സംശയമില്ലല്ലോ. ഞാനൊരു ചായ ഉണ്ടാക്കുമ്പോൾ 1 ലിറ്ററിൽ 10 സ്പൂൺ പഞ്ചസാര, 1 ലിറ്ററിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് എല്ലാവരും കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തലമുറയില്ലല്ലോ. ഇല്ല, അത് സെയിം അല്ല. സൊല്യൂഷൻസ് ആർ ഡിഫറെന്റ്. ഇവിടെ എന്താ വ്യത്യാസം? സൊല്യൂഷന്റെ എന്ത് വ്യത്യാസമുണ്ട്? സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ വ്യത്യാസമുണ്ട്. ശ്രദ്ധിക്കും. ഇനി മോളാർ കണ്ടക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ഇതിലധികം കൺഫ്യൂഷൻ ആവട്ടെ, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി വേറെ സാധനം വരുന്നുണ്ട്.
ഇപ്പൊ എന്താ മാറി, സിംപ്ലിഫൈ ചെയ്യാം. എന്താ കാപ്പ? എബിലിറ്റി ടു ബേസിക് എബിലിറ്റി ടു പാസ് ഇലക്ട്രിസിറ്റി. അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാ? നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, വിസ്കോസിറ്റി, ടെമ്പറേച്ചർ, സോൾവേഷൻ ഓഫ് അയോൺസ്, അങ്ങനെ പോകുന്നു. കാപ്പ ഒരു ഗിവൺ സൊല്യൂഷൻ എന്താണ്? ഒരു ഗിവൺ സൊല്യൂഷന് കാപ്പ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വാട്ട് എവർ ബി ദ വോളിയം, നിങ്ങൾ കാപ്പ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. സൊല്യൂഷൻ മാറിയാൽ എന്താണ്? കാപ്പ മലയാളത്തിൽ പറഞ്ഞോ, കാപ്പ മാറും. മാറില്ല എന്നാ? മാറും. സൊല്യൂഷൻ മാറിയാൽ എന്ത് മാറും? കാപ്പ മാറും. ഞാൻ NaCl സൊല്യൂഷന് പകരം KCl സൊല്യൂഷൻ തന്ന കാപ്പ രണ്ടിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിലും എന്ത് ചെയ്യും? കാപ്പ മാറും. NaCl സൊല്യൂഷന് പകരം KCl സൊല്യൂഷൻ രണ്ടിന്റെ എന്ത് സെയിം ആണെന്ന് പറഞ്ഞപ്പോ 2 2 സ്പൂണാ, 2 സ്പൂൺ NaCl 2 സ്പൂൺ KCl, എന്നാലും കാപ്പ എന്ത് ചെയ്യും? നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് അല്ലേ. ഇനി പറഞ്ഞ സാധനം ഒരേ സൊല്യൂഷന്റെ തന്നെ, ഒരേ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സൊല്യൂട്ട് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്ന് NaCl മറ്റേത് NaCl, കാപ്പ മാറും? മാറും. ഡിപ്പെൻസ് അപ്പോൺ എന്ത്? കോൺസെൻട്രേഷൻ. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പറഞ്ഞേ, 1-ലാണോ 2-ലാണോ നന്നായിട്ട് കണ്ടക്ട് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായം എന്താ? നന്നായിട്ട് കണ്ടക്ട് ചെയ്യുക എവിടെയാ? 1-ലാ 2-ലാ? 1-കാരിയായി പൊന്തിച്ച് പണ്ടെന്ന് പറയണ്ടായിരുന്നല്ലോ, കൈ പൊന്തിക്കാൻ പറഞ്ഞപ്പോ ആരും. പണ്ടിന് വിഷമണ്ടാ കൈ പൊന്തിക്കണ്ട, യുക്തിന്റെ ആണോ? ആ, രണ്ടുപേര്. 1 ആണോ 2 ആണോ? എവിടെ നന്നായിട്ട് കണക്ട് ചെയ്യാം? എവിടെയാ നന്നായിട്ട് കണക്ട് ചെയ്യാം? ചോദിക്കട്ടെ, ശ്രദ്ധിക്കുക. എന്താ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസിൽ ആരാ കണ്ടക്ട് ചെയ്യണേ? ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസിൽ ആരാ കണ്ടക്ട് ചെയ്യണേ? കാറ്റയോൺസും ആനയോൺസും. അപ്പൊ നന്നായിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സംസാരം കൊടുത്ത് ആ കോറം കളയല്ലേ. നന്നായിട്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ലോണം അയോൺസ് വേണം. വെരി ഗുഡ്. എന്ത് വേണം? നല്ലോണം അയോൺസ് വേണം. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. 1 2 2 എന്തുകൊണ്ടാ? ബോൾഡ് ശ്രദ്ധിച്ച്, ഇവിടെ 1 ലിറ്ററിൽ എത്ര സ്പൂണാ ഇട്ടിട്ടുള്ളോ? ഇവിടെ 1 ലിറ്ററിൽ എത്ര സ്പൂണാ? 10 സ്പൂണ്. കുഴപ്പമില്ലല്ലോ. പഞ്ചസാര ഒന്ന് കൂട്ടിക്കോ. ഇതില് 2 സ്പൂണ് പഞ്ചസാര. പഞ്ചസാര ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സാധനമല്ല, എന്നാലും മനസ്സിലാവാൻ. ഇവിടെ നിങ്ങൾ രണ്ടും എത്ര എടുക്കുക? ഓരോ സെന്റിമീറ്റർ ക്യൂബ് എടുക്കുക. പഞ്ചസാരയാണെന്ന് കൂട്ടുക. 1-ന്ന് എടുത്ത ഒരു സ്പൂണ് അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ ക്യൂബ് കഴിച്ചു നോക്കി, മധുരം എങ്ങനെ ഉണ്ടാവും? ഒരു ആവറേജ് മധുരം ഉണ്ടാവും അല്ലെ? 2 എടുത്ത് കഴിച്ചു നോക്കി, അപ്പൊ എന്താ? നല്ല എന്തുണ്ടാവും? മധുരം. എടുത്ത രണ്ടിന്റെയും വോളിയം എന്താ? സെയിം ആണ്. വോളിയം 2-ലെടുത്ത എന്താ? സെയിം. എന്ത് കൂടി? ഷുഗറിന്റെ അളവ് കൂടി. കാരണം എന്താ? കോൺസെൻട്രേഷൻ എന്താ? കൂടുതലല്ലേ? കോൺസെൻട്രേഷൻ എന്താ? കൂടുതലാണ്. പിടികിട്ടിയോ? അപ്പൊ കോൺസെൻട്രേഷൻ കൂടുമ്പോ എന്ത് കൂടും? എന്ത് കൂടും? 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള അയോൺസിന്റെ എണ്ണം കൂടും. എന്നോട് പറഞ്ഞേ, കോൺസെൻട്രേഷൻ കൂടുമ്പോ ഈ പാത്രത്തിൽ ഉൾപ്പെടുന്ന അയോൺസിന്റെ എണ്ണം കൂടും. ശരിയല്ലേ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞേ, എന്ത് കൂടുമ്പോ? കോൺസെൻട്രേഷൻ കൂടുമ്പോ ഈ പാത്രത്തിലേക്ക് വരാൻ സാധ്യതയുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉള്ള NaCl KCl ഒക്കെ എണ്ണത്തിന്റെ അളവ് എന്താ? അപ്പൊ അവര് കൂടുതലുണ്ടെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യും? നന്നായിട്ട് എന്ത് ചെയ്യും? പറയേ. കണ്ടക്ട് ചെയ്യോ? കണ്ടക്ട് ചെയ്യാണ്ടിരിക്കോ? കാരണം അവിടെ എന്ത് കൂടുതല? അയോൺസ് പെർ യൂണിറ്റ് വോളിയം. എന്താണ്? അയോൺസ് പെർ യൂണിറ്റ് വോളിയം എന്ത് ചെയ്തു? ഇവിടെ എന്ത് ചെയ്തു? കൂടി. ആ 1 സെന്റിമീറ്റർ ക്യൂബിന്റെ പാത്രത്തിലുള്ള അയോണുകളുടെ എണ്ണം എന്താണ്? പറയേ. കൂടുതൽ അയോൺസ് വന്നാൽ നന്നായിട്ട് എന്ത് ചെയ്യും? നന്നായിട്ട് എന്ത് ചെയ്യും? പറയണ. നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. കുഴപ്പമില്ലല്ലോ. ഐഡിയ മനസ്സിലായ? അപ്പൊ എങ്ങനെ ഫൈനലൈസ് ചെയ്യാം? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം, കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി മാറുമോ? മാറും. അത് തെറ്റിച്ചില്ലേ? ഭാഗ്യം. കോൺസെൻട്രേഷൻ മാറുന്നതനുസരിച്ച് എന്ത് മാറും? കോൺസെൻട്രേഷൻ കൂടിയാൽ എന്താണ്? കോൺസെൻട്രേഷൻ കൂടിയാൽ കണ്ടക്ടിവിറ്റി പറയേ. ഇനി ഇതിനെ ബുക്കിന്റെ ഭാഷയിലേക്ക് ആക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ. എന്താ? അതായത് ലെസ് കോൺസെൻട്രേഷൻ. ആലോചിക്കുക. ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ. അപ്പൊ എന്താ? ലെസ് കോൺസെൻട്രേഷൻ. അപ്പൊ ഓടുന്ന അടിക്കാണോ?
അല്ല, എവിടുന്നാ? അടിയിൽ നിന്ന് മുകളിലേക്ക്. കുഴപ്പമില്ല, തിരിച്ചു മറിച്ചൊക്കെ പറയാൻ പറ്റണ്ടേ? കോൺസെൻട്രേഷൻ കൂടിയാലോ കുറഞ്ഞാലോ? അപ്പൊ കോൺസെൻട്രേഷൻ നോക്ക്, കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ, അതായത് ഡൈലൂഷൻ. ഇനി അത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കും, അതുകൊണ്ടാണ് പറയണത്. ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് കയറി പോവാം. അപ്പൊ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ അല്ലെങ്കിൽ ഡൈലൂഷൻ, കണ്ടക്ടിവിറ്റി കൂടാണോടാ. അങ്ങനെ തിരിച്ചില്ലടാം. കണ്ടക്ടിവിറ്റി എന്താ? കുറയും. സെറ്റല്ലേ ഇത്? എന്തുകൊണ്ടാ അവിടെ കുറയണേ? നമ്പർ ഓഫ് അയോൺസ് പെർ ഡിക്രീസ്. എപ്പോ? കോൺസെൻട്രേഷൻ കുറയുമ്പോ. ഡൈലൂഷൻ അതാ ബുക്കിലത്തെ രീതിക്ക് കണക്ട് ചെയ്ത. മറ്റേ രീതിയിൽ പ്രശ്നമൊന്നുമില്ല, ഒക്കെ സെയിംസ് ആണ് തന്നെ. ഇവിടെ കിട്ടിയാ പറഞ്ഞത്? ഇനി ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് എഴുതാം, എന്നിട്ട് എന്ത് ചെയ്യാം? ബാക്കി സംസാരിക്കാം. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി. Conductivity is the സെറ്റ് ആക്കാം. ഡൈലൂഷന്റെ കേസ് സെറ്റ് ആക്കാം. Conductivity is the conductance of അതെ, കാര്യങ്ങൾ എന്തായിട്ട് പഠിക്കണം? മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. കാര്യങ്ങൾ എന്തായിട്ട് പഠിക്കണം? മനസ്സിലാക്കിയിട്ട് പഠിക്കണം. എന്നാലത് എന്താ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിടികിട്ടിയാ പറഞ്ഞത്? പിടികിട്ടിയാ? മനസ്സിലാവുണ്ടോ? വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഐഡിയ ഉണ്ടാക്കിയിട്ട് പഠിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇപ്രാവശ്യം പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഈ ചവിട്ടി പിടിച്ച് നിൽക്കണേ. ഇവിടെ എഴുതാനുള്ള സാധനം ഇത്രയ്ക്കുള്ളൂ. എഴുതി വെച്ചേ. കണ്ടക്ടിവിറ്റി ഇസ് ദ കണ്ടക്ടൻസ് ഓഫ് എത്ര സൊല്യൂഷനാ 1 centimeter cube അല്ലെ? കണ്ടക്ടൻസ് ഓഫ് 1 centimeter cube ഓഫ് സൊല്യൂഷൻ. 1 centimeter cube ഓഫ് സൊല്യൂഷൻ. ഒന്നുകൂടെ പറഞ്ഞേ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോ എന്താ ഉണ്ടാവണേ? കോൺസെൻട്രേഷൻ പറഞ്ഞേ. Therefore ഡൈലൂഷൻ ആക്കി. ഞാൻ എന്താ പറഞ്ഞത്? കോൺസെൻട്രേഷൻ പറഞ്ഞത് എന്താ? ഡിക്രീസിങ് ഓർ അത് സെറ്റല്ലേ? ഡിക്രീസിങ് ഓർ കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുക? കുറയും. ഡിക്രീസസ്. എന്തുകൊണ്ടാ? നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം. എപ്പോ? കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഡൈലൂഷൻ. എഴുതിയ therefore with a decrease in concentration or എന്താ? അതിന്റെ ഓർ എന്താ? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷന്റെ ഓർ എന്താ? ഇൻക്രീസ് ഇൻ ഡൈലൂഷൻ. ഫീസ് അടച്ചിട്ട് റെസീറ്റ് കിട്ടാത്തവർ ഇനിയും ഉണ്ടാ? കുറച്ചധികം പേരുണ്ടല്ലോ. അക്ഷര തന്നു അല്ലേ? ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ ഇന്ന് തന്നെ, അല്ലെങ്കിൽ അത് ബ്ലോക്ക്. ഫീസ് അടക്കിയാളൊക്കെ ബാക്കി അടക്കിട്ടോ. ഇന്ന് എത്ര? 10-ാം തീയതി ആയല്ലോ. ഇവനൊക്കെ അടയ്ക്കണം. ഇവൻ തന്നോ? ഒന്ന് ഇല്ല, അന്ന് അടയ്ക്കണം. ഇനി ആരെയൊക്കെ അടയ്ക്കാണ്ട് ഫീസ്? ഇവ അടയ്ക്കണം കേട്ടോ. നാളേക്ക് ക്ലിയർ ചെയ്തോളൂ. പ്രണവ് ജസ്വിൻ അടച്ചിട്ടുണ്ടോ? നോക്കിയോളൂ. കറുതി അടച്ചോ? അടയ്ക്കണം കേട്ടോ. കൊണ്ടുവന്നിട്ടുണ്ട്. അശ്വിൻ അടയ്ക്കണം. അശ്വിൻ ഇൻസ്റ്റാൾമെന്റിലാണ് വരിക കേട്ടോ. അപ്പോൾ ആദ്യത്തിന് അടയ്ക്കണം, ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അവിടെ അടച്ചോ മോൻ? നാളേക്ക് ക്ലിയർ ചെയ്യണോട്ടോ. എന്തായിട്ടും അവിടെ അടച്ചു അല്ലേ? റെസീറ്റ് ആക്കിയിട്ടില്ല. ആ പേരുകൾ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഒരു 5 മിനിറ്റ് മുന്നേ നിർത്താന്ന് വെച്ചിട്ടാ. അപ്പൊ കഴിയാണ്ട ഈ ഒരു പേരുകൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിച്ചേ. കഴിഞ്ഞിട്ടില്ല. Therefore decrease in dilution or increase in dilution, അല്ല സോറി, decrease in concentration or increase in dilution. എന്താ? നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ്. കോൺസെൻട്രേഷൻ കുറയില്ലേ? നമ്മൾ എഴുതിയതല്ലേ? ഡിക്രീസസ്. എഴുതി എഴുതാ. The number of ions per unit volume decreases. അപ്പൊ എന്താ ഉണ്ടാവുക? കണ്ടക്ടിവിറ്റി ഡിക്രീസസ്. അതൊരു യുക്തി വെച്ചിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. മനസ്സിലാവണ്ട. അല്ലെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ബുദ്ധിമുട്ട് കാണിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ ഇറങ്ങി പഠിക്കണം. അപ്പൊ നാളേക്ക് പഠിക്കാനുള്ള എന്താ? വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റിയുടെ പാരഗ്രാഫ് അല്ലേ? എങ്ങനെയാണ് പാരാ? നാളെ ചോദിക്കൂട്ടാ. ഇനി നാളെ തൊട്ട് എന്നെ തല്ലി വിട്ടൂട്ടാ. ഞാൻ ഒരാള് രണ്ടാളൊക്കെ ഞാൻ പോയിട്ട് പറയാണ്ട് പോണം. ബാക്കിയുള്ളവർക്ക് പഠിക്കണ്ടില്ല. നാളേക്ക് പഠിക്കട്ടോ. ഇത്രയും കാര്യം എഴുതിയിട്ട്
സംശയം ചോദിക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്ത ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതി നിർത്താം. മോളാർ കണ്ടക്ടിവിറ്റി. അടുത്ത ഹെഡിങ് കൊടുക്കുക, മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ എന്തോരം ഇലക്ട്രോലൈറ്റ് എടുക്കണം? മോളാർ കണ്ടക്ടിവിറ്റി. ഇപ്പൊ നമ്മൾ എടുക്കണ ഇലക്ട്രോലൈറ്റിന് വല്ല കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാ? ഇല്ല. ഇത്രേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. കോൺസെൻട്രേഷൻ എന്താവാം? മാറാം. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര മോൾ ഇലക്ട്രോലൈറ്റ് എടുക്കാൻ പാടുള്ളൂ? 1 മോൾ ഇലക്ട്രോലൈറ്റ് എടുക്കാൻ പാടുള്ളൂ. എത്ര മോളാ? 1 മോൾ. എന്റെ ഡെഫിനിഷൻ എന്ന് എഴുതി വയ്ക്കാം. അതും ഇതുപോലെ കുറച്ചധികം തന്നെ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഡെഫിനിഷൻ നാളെ എഴുതാം അല്ലെ? ഹെഡിങ് എഴുതി വെച്ചാൽ മോളാർ കണ്ടക്ടിവിറ്റി. അത് കുറച്ച് പറയാണ്ട് ഇതുപോലെ. ഇനി മോളാർ കണ്ടക്ടിവിറ്റിയും ഇവിടെ വേരിയേഷനും പഠിക്കാനുണ്ട്. അതിന്റെ സ്ട്രോങ്ങിന്റെ വീക്കിന്റെ വേരിയേഷൻ പഠിക്കാണ്ട്, കോളറേഷനിലോ പഠിക്കാണ്ട്. അത്രയും കഴിഞ്ഞ് പോകാൻ കഴിയുള്ളൂ. ഓക്കെ. അപ്പൊ ഫീസ് ക്ലിയർ ചെയ്യാൻ ഒരു നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നാളേക്ക് ക്ലിയർ ചെയ്യണം. ഒരൊറ്റ മിനിറ്റ്. ആ ഫീസ് റെസീറ്റ് നമുക്ക് കിട്ടാത്തൊരു ആൻവിക്ക് അയച്ചോ? മാഷ് കിട്ടിയില്ലേ? നിരഞ്ജനയ്ക്ക് അയക്കാണ്ട് ഇറങ്ങല്ല കേട്ടാ. അവിടെ ഇരിക്കും. ഒറ്റ മിനിറ്റ്. നിരഞ്ജന, പിന്നെ ആരാ? നിരഞ്ജനയ്ക്ക് അല്ല, സോറി, നിരഞ്ജന അല്ല, നിവേദ്യ, ഒരു മിനിറ്റ്, സഞ്ജയ്, പിന്നെ ആരാ? അനൈഡ, പിന്നെ ആരാ? ഗൂഗിൾ പേ ചെയ്ത് അക്ഷര രാധികയുണ്ടോ? കിട്ടിയില്ല അല്ലെ? ഇനിയുണ്ടോ ആരെങ്കിലും? ഫീസ് ക്ലിയർ ചെയ്യണോ? ഫീസ് ക്ലിയർ ചെയ്താണോ? റെസീറ്റ് അയച്ചോ? ഒന്ന് നിൽക്കണം കേട്ടോ. അത് പുതിയ ആൾക്കാരൊന്നും നിൽക്കുക കേട്ടോ. പുതിയ ആൾക്കാരൊന്നും നിൽക്കുക, മീൻസ് പേര് ആഡ് ചെയ്യാത്തവരൊന്നും നിൽക്കുക. ബാക്കി എല്ലാവരും പൊക്കും. പുതിയ ആൾക്കാരൊന്നും നിൽക്കണം കേട്ടോ. നിങ്ങളൊന്നും നിൽക്കുക കേട്ടോ. അശ്വിൻ നിൽക്കണം കേട്ടോ. കീർത്തനയുടെ പേര് ആഡ് ചെയ്തല്ലേ? അക്സ നിങ്ങളൊന്ന്, പിന്നെ ഇവിടെ ബോയ്സ് കുറച്ച് പേര് നിൽക്കണം കേട്ടോ. നാളെ